വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗമാണ് സമാസം. വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗമാണ് സമാസം. വിഭക്തി പ്രത്യയം ഒന്നും ചേർക്കാതെ പദങ്ങളെ യോജിപ്പിക്കുന്നതിനാണ് എന്ത് സമാസം എന്ന് പറയുന്നത്. വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗം സമാസമാം എന്നാണ് അതിന്റെ നിർവചനം. അതായത് നടുവിലൊന്നും ചേർക്കാതെ രണ്ട് പദങ്ങൾ തമ്മിൽ ചേർക്കുന്നതിനാണ് എന്താ പറയാ നമ്മൾ എന്ന് പറയും. സമാസം ശരിക്ക് എത്ര വിധമുണ്ട്? സമാസം എത്ര വിധമുണ്ട്? ഇത്രയും എന്താണ് സമാസങ്ങളുണ്ട്. തൽപുരുഷ സമാസം, ബഹുബ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, കർമ്മധാരയ സമാസം, അവിഭേയി സമാസം, ദ്വിഗു സമാസം. ഇത്രയും സമാസങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഈ തൽപുരുഷ സമാസമാണ് കുറച്ച് വലുത്. അതായത് കുറച്ചധികം ഉപവിഭാഗങ്ങളുണ്ട്. തൽപുരുഷ സമാസം, അതുപോലെ തന്നെ എന്താണ് ബഹുബ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, കർമ്മധാരയ സമാസം, അവ്യയീഭാവ സമാസം, ദ്വിഗു സമാസം. അന്നങ്ങനെ എന്താണ് 6 വിധത്തിൽ 7ഓളം വിധത്തിൽ എന്തുണ്ട് സമാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഈ സമാസം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ സമാസത്തിന്റെ ഈ ഒരു ഭാഗത്ത് സാധാരണ ഒരു പദം തന്നിട്ട് അത് ഏത് തരം സമാസമാണ് അല്ലെങ്കിൽ അത് ഏത് തരം സമാസത്തിലാണ് പെടുക എന്നുള്ളത് എന്താണ് അതാണ് ചോദിക്കൽ സാധാരണ. ഓക്കെ, അതായത് സമാസത്തിന്റെ നിർവചനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചോദിക്കാതെ അതിന് പകരം എന്താണ് സമാസം ഇന്ന വാക്ക് ഏത് സമാസത്തിലാണ് പെടുക എന്നുള്ളതാണ് എന്ത് ചെയ്യല് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഓരോ വിഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തൽപുരുഷ സമാസം. വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത്. വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സന്ധി പഠിപ്പിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ പദം ഉത്തരപദം എന്ന് പറഞ്ഞാൽ എന്താ? എത്രാമത്തെ പദ? ആദ്യ പദമാണോ അവസാന പദമാണോ? അവസാന പദം. അവസാന പദം എന്താണ്? അപ്പൊ ആദ്യമുള്ള പദത്തിന് എന്തെന്നാ പറയാ? പൂർവപദം. ഓക്കെ, അപ്പൊ അത് ഓർമ്മ ഉണ്ടായി. അപ്പൊ ഈ വിഗ്രഹിക്കുമ്പോൾ അതെന്താണ്? വിഗ്രഹിക്കുമ്പോൾ എന്താണ് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ് എന്ത്? തൽപുരുഷ സമാസം. ആനവാൽ, ആനയുടെ വാൽ. അതായത് വിഗ്രഹിക്കുക എന്ന് പറയുമ്പോ അതിനെന്ത് ചെയ്യാം? മുറിച്ച്, അതായത് ആനവാൽ എന്നുള്ളതിനെ വിഗ്രഹിക്കുമ്പോ ആനയുടെ വാൽ എന്നാവും. വിഗ്രഹിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതേപോലെ എഴുതുക എന്നുള്ളതാണ്. അതായത് ആനവാൽ എന്ന് പറയുമ്പോ എന്താണ്? ആനയുടെ വാൽ എന്ന് പറയുന്നത് എന്താണ്? അതാണെന്ത്? അതിന്റെ വിഗ്രഹം. മീൻ പിടിച്ചു എന്നുള്ളതിന് മീനിനെ പിടിച്ചു എന്നുള്ളത് എന്താണെന്ന്? അതാണ് അതിന്റെ വിഗ്രഹിച്ച എഴുതിയ രൂപം. മാങ്ങ കറി എന്നുള്ളതിനെ വിഗ്രഹിച്ചാൽ മാങ്ങയാൽ കറി എന്നും എന്ത് ചെയ്യും? വിഗ്രഹിച്ചിട്ട് കിട്ടും. ഓക്കെ, എന്താണ് കേൾക്കുന്നില്ല? എന്തായാലും പറഞ്ഞോ. എന്തായാലും പറഞ്ഞോ. നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? സാറിന്റെ മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. സാറിന്റെ മൈക്കാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറയടാ സാറിന് അത് ഓഫ് ചെയ്യാനേ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തതിനെ കൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റാത്ത. സാറ് നോക്കും, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആരെങ്കിലും ഒന്ന് ബാക്കോട്ട് ഒന്ന് പറയണേ. ഇപ്പൊ വിഗ്രഹിക്കും രണ്ട് കാര്യങ്ങള് വിഗ്രഹിച്ച് എഴുതുമ്പോ എന്താണ്? ഉത്തരപദത്തിന്, അതായത് രണ്ടാമത്തെ വരുന്ന പദത്തിന് പ്രാധാന്യം വരുന്നതാണ്. ഇപ്പൊ ആനവാൽ എന്നുള്ളതിന് എന്താ? ആനയുടെ വാൽ എഴുതുമ്പോ ഈ വാലിന് എന്ത് ചെയ്യും? പ്രാധാന്യം വരും. ഈ പിടിച്ചു എന്നുള്ളതിന് പ്രാധാന്യം വരും. അതുപോലെ തന്നെ മാങ്ങയാൽ കറി എന്നുള്ളതിന് എന്താണ്? ഈ കറി വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നതാണ് എന്ത്? തൽപുരുഷ സമാസം. ഈ തൽപുരുഷ സമാസം എന്താണ്? 7 തരമുണ്ട്. നിർദ്ദേശിക, ഒന്നാമത്തെ നിർദ്ദേശിക്കുന്നതിന് പ്രത്യയമില്ല. എന്ന അവ്യയം ചേർത്തിട്ടാണ് പറയുക. അതായത് തൽപുരുഷ സമാസത്തിൽ 7 വിഭാഗമുണ്ട്. ആ 7 വിഭാഗത്തിൽ എന്താണ്? അവ്യയങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ അവ്യയത്തിൽ എന്ന അവ്യയമാണ് ഇതിന്റെ നടുവിൽ ചേർക്കുന്നത്. അതായത് സമാസം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിന് നമുക്കറിയാം ഒരു പ്രത്യയം ഒന്നും കൂടാണ്ട്. ഇപ്പൊ കേരള ദേശം, ഇതിനെ വിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കേരളം എന്ന ദേശം കിട്ടും. അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഈ നടുവിൽ എന്ന് വരുന്നതൊക്കെ എന്തായിരിക്കും? നിർദ്ദേശിക തൽപുരുഷ സമാസം. പ്രത്യയമില്ല,
എന്ന അവ്യയം വെച്ചാണ് ചേർക്കുന്നത്. ഇപ്പൊ പ്രത്യയം എന്ന് പറഞ്ഞാൽ ഇന്റെ, ഇടെ, എ, ഉള്ളെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ യാതൊരു പ്രത്യയവുമില്ല. അവ്യയമായിട്ടുള്ള എന്ന ചേർത്തിട്ടാണ് ഇത് പറയാറുള്ളത്. അതെന്താണ്? നിർദ്ദേശിക തൽപുരുഷ സമാസം. നിർദ്ദേശിക തൽപുരുഷ സമാസം. അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. കേരള ദേശം. കേരളം എന്ന ദേശമാണെന്ത്? കേരള ദേശം. ഓക്കെ. ഇനി പ്രതിഗ്രാഹിക എന്ന് പറയുന്ന രണ്ടാമത്തെ തൽപുരുഷ സമാസം. അപ്പോൾ പ്രതിഗ്രാഹിക തൽപുരുഷ സമാസം. എ പാക്ക് വെട്ടി. പാക്ക് വെട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്കിനെ വെട്ടി. അപ്പൊ ഇവിടെ എന്ത് വരുന്നതാ? പാക്കിനെ എന്നുള്ളതിന് ഇതാ പാക്ക് വെട്ടിന് എ എന്നുള്ളതാണ് ഇവിടെ ചേർത്ത്. പാക്കിനെ എന്നുള്ളതിനോട് ഈ നായുടെ കൂടെ എ എന്ന് ചേർന്നിട്ടാണ് നേ ആയത്. പാക്കിനെ വെട്ടി. അതാണ് എന്ത്? പ്രതിഗ്രാഹിക തൽപുരുഷ സമാസം. പാക്കു വെട്ടി, പാക്കിനെ വെട്ടി. സംയോജിക എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത ഏതാണ്? ഓട്. മദ്യാസക്തി എന്നുള്ളതിന് മദ്യത്തോട് ആസക്തി. അപ്പൊ ഇവിടെ മദ്യത്തോട്, തോട് എന്നുള്ളതിന്റെ ഓട് ഇതാണ്. മദ്യത്തോട് ആസക്തി. ഉദ്ദേശിക തൽപുരുഷ സമാസം എന്താണ്? പിതൃതർപ്പണം എന്നുള്ളതിനെ പിതൃക്കൾക്ക് ദർപ്പണം. കണ്ട ഇക്ക് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ പ്രത്യേകം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിഗ്രഹിച്ച് എഴുതുമ്പോൾ അതിന്റെ നടുവിൽ വരുന്ന സാധനം ഇതാണോ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ് സമാസം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പാക്ക് വെട്ടി ഏത് സമാസം കിട്ടുമെങ്കിൽ അതിനെ വിഗ്രഹിച്ച് നോക്കുക. പാക്കിനെ വെട്ടി. അപ്പൊ അവിടെ പ്രതികായ പുരുഷ സമാസമായിരിക്കും മനസ്സിലാക്കുക. സംയോജിക മദ്യാസക്തി. മദ്യത്തോടുള്ള ആസക്തി അല്ലെങ്കിൽ മദ്യത്തോട് ആസക്തി. അപ്പൊ അവിടെ മദ്യത്തോട് ഇവിടെ ഓട് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? ആരാണ് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കണേ? നബീലയുടെ മൈക്ക് ഓണാന്ന് തോന്നുന്നു. ഓക്കെ 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 അത് നോക്കട്ടെ. എന്തായാലും ഉദ്ദേശിക തൽപുരുഷ സമാസം നമുക്കറിയാം. ക്ക് ന് എന്നിന് പ്രാധാന്യമുള്ളത്. പിതൃക്കൾക്ക് തർപ്പണം അഥവാ പിതൃതർപ്പണം. അടുത്ത ടീമാണ് ഇത് നിൽക്കുന്നു. പ്രയോജിക. ആൽ അതുപോലെ തന്നെ കൊണ്ട്. ഒരു സാധനത്തിന് വിഗ്രഹിച്ച് എഴുതുമ്പോൾ ആലെന്നോ കൊണ്ടെന്നോ എന്താണ് അതിന്റെ നടുവിൽ പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രയോജിക തൽപുരുഷ സമാസമായിരിക്കും. പൂപ്പന്തൽ. പൂവാൽ പന്തൽ. അല്ലെങ്കിൽ പൂക്കൊണ്ട് പന്തൽ. പൂപ്പന്തൽ എന്ന് പറഞ്ഞാൽ പൂക്കൊണ്ട് പന്തൽ അല്ലെങ്കിൽ പൂവാൽ പന്തൽ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ വരുന്നത്? അല്ലേ? അല്ലടാ. പൂപ്പന്തൽ, പൂവാൽ പന്തൽ ഓർ പൂക്കൊണ്ട് പന്തൽ. പൂവാൽ പന്തൽ അല്ലെങ്കിൽ പൂക്കൊണ്ട് പന്തൽ. ഓക്കെ. ഒരു മിനിറ്റ്. ഓക്കെ. അടുത്തത് സംബന്ധിക. സംബന്ധിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഉടെ, ന്റെ. രാമബാണം. രാമന്റെ ബാണം. കണ്ട രാമബാണം എന്നുള്ളതിനെ വിഗ്രഹിക്കുമ്പോ ന്റെ എന്നുള്ളത് നടുവിൽ വരും. അപ്പൊ എന്താണ്? ഇവിടെ എടുത്തുള്ള ഇന്റെ, ഈ എന്റെയാണ്. അപ്പൊ രാമന്റെ ബാണം. അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? ആധാരിക. കല്ല് ഇല്ലൊക്കെയാണ് എന്ത്? ആധാരിക. മലകയറ്റം. മലയിൽ കയറ്റം. കണ്ട മലയിൽ ഈ ഇല്ല് ഇവിടെ വന്നു. അതാണെന്ത്? മലയിൽ കയറ്റം. ഓക്കെ. അപ്പൊ ഇത്തരത്തില് എന്താണ് ഒന്നുകൂടെ ഉണ്ട്. തൽപുരുഷ സമാസത്തിനെ പറ്റിയിട്ട് 2-3 പോയിന്റ് കൂടി തരാനുണ്ട്. ഈ എന്താ പറയാ നമുക്കിവിടെ ഓരോന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മള് പ്രയോജിക, സംബന്ധിക, ആധാരിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, അതുപോലെ തന്നെ എന്താണ് നിർദ്ദേശിക. ഇത്തരത്തില് അതവിടെ 7 എന്താണ് തൽപുരുഷ സമാസ വിഭാഗങ്ങൾ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി തൽപുരുഷ സമാസത്തിനെ പറ്റി പറയാറുണ്ട്. വിഗ്രഹിക്കുമ്പോൾ അലങ്കാരത്തിന് അർത്ഥം ലഭിക്കുന്നതനുസരിച്ച് തൽപുരുഷ സമാസത്തെ 2ആയി തരംതിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന അലങ്കാരത്തിന്റെ അർത്ഥം വെച്ചിട്ട് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അലങ്കാരത്തിന് അർത്ഥം ലഭിക്കുന്നതിനനുസരിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പദത്തിന്റെ സമാസം നിർണ്ണയിക്കുക. വിരൽമുട്ട്.
വിരൽ മുട്ട് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? വിരൽ മുട്ട് ഏതായിരിക്കും? ആൽ നെല്ലേ? ആൽ വിരനിൽ പോലുള്ളതാണ്. വിരൽ പോലുള്ള. അതല്ല, നമ്മൾ പറഞ്ഞത് അലങ്കാരത്തിന്റെ അർത്ഥം വെച്ചിട്ട് എന്താണ് തന്നിരിക്കുന്ന സമാസത്തെ നോക്കാനാണ്. അതായത് ഈ സമാസത്തെ, അതൊരു മിനിറ്റ്, തന്നിരിക്കുന്ന സമാസത്തിന് അലങ്കാരത്തിന്റെ അർത്ഥം വെച്ചിട്ട് ഏത് ഈ പദത്തിന്റെ സമാസം വിരൽ മുട്ട്, അതായത് വിരൽ പോലുള്ള മുട്ട്. വിരൽ പോലുള്ള മുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാണ് ഉപമിക്കുന്നതാണ്, ഉപമിക്കുന്നതല്ല. അപ്പൊ ഇതന്നെ ഉപമിത തൽപുരുഷനാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതും എന്താണ്? ഈ തൽപുരുഷ സമാസം 7 വിധമാണ്. അതിൽ ഏതൊക്കെയാണ്? നിർദ്ദേശികക്ക് എന്താണ്? എന്ന അവ്യയം ചേർത്ത് ഇന്ത്യാദേശം നേടുമ്പോ ഇന്ത്യ എന്ന ദേശം ആയി മാറുന്നത് പോലെ. ഇവിടെ എന്താണ്? പ്രതിഗ്രാഹികക്ക് എ ആണ് പ്രത്യയം, സംയോജികക്ക് ഓടാണ് പ്രത്യയം, ഉദ്ദേശികക്ക് ന്, ക്ക് എന്നിവയാണ് പ്രത്യയം. അതുപോലെ തന്നെ എന്താണ്? പ്രയോജികക്ക് ആൽ, കൊണ്ട് എന്നിവയാണ് പ്രത്യയം. സംബന്ധികക്ക് ഉടേ, എന്റെ എന്നുള്ളതാണ് പ്രത്യയം. ആധാരികക്ക് കൽ, ഇൽ എന്നിവയാണ് പ്രത്യയം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ്? വിഗ്രഹിക്കുമ്പോൾ അലങ്കാരത്തിന്റെ അർത്ഥം ലഭിക്കുന്നതിനനുസരിച്ച് തൽപുരുഷ സമാസം എന്താണ് ഈ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക. അതെന്താണ്? ഉപമിത തൽപുരുഷൻ. ഓക്കെ, അടുത്തത് രൂപക അലങ്കാരം. രൂപക അലങ്കാരം ഇതൊന്ന് രൂപമയാണ്. അതുപോലെ തന്നെ എന്താണ്? ഒന്ന് നേരത്തെ പറഞ്ഞ ഉപമിതയാണ്. അവർണ്യത്തോട് വർണ്ണ്യത്തിൽ അഭേദം ചൊന്നാൽ രൂപകമായത്. തമ്മിൽ ഭേദമില്ല എന്ന് പ്രത്യയം ആകുന്ന ചേർത്ത് വരുന്നതെങ്കിൽ അത് രൂപക തൽപുരുഷ സമാസം. അപ്പൊ രൂപക തൽപുരുഷ സമാസം എന്താണ്? ആകുന്ന ചേർത്ത് വരുന്നതൊക്കെ എന്താണ്? രൂപക അലങ്കാര അല്ലെങ്കിൽ രൂപക തൽപുരുഷ സമാസമാണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. ഉപമ അലങ്കാരം. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തിയാൽ അത് ഉപമ. മന്നവേന്ദ്ര ചിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം പോലെ പ്രത്യയം ചേർന്നാൽ ഉപമിത തൽപുരുഷം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് വിരൽ മുട്ട് എന്നാണ്. മുട്ട് പോലുള്ള വിരലുകൾ. അപ്പൊ എന്താണ്? ഈ പോലുള്ള എന്ന് പറയുന്നത് ഇരിക്കുന്നത് ഉപമ അല്ലെങ്കിൽ ഉപമിത എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണ്? അതൊക്കെ എന്താണ്? നമ്മുടെ ഈ ഉപമിത ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഉപമിത തൽപുരുഷനും അതുപോലെ തന്നെ രൂപക തൽപുരുഷനുമാണ് എന്ത്? അലങ്കാരത്തിന്റെ അർത്ഥത്തിൽ രണ്ടെണ്ണമായിട്ട് തരംതിരിക്കുന്നത്. രണ്ടെണ്ണം. അത് രൂപകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് ഉപമിതം എന്ന് പറഞ്ഞിട്ട് വിരൽ മുട്ട് പോലുള്ള ഉപമിത, അതായത് വിരൽ മൊട്ട് പോലുള്ള വിരൽ എന്ന് പോലുള്ള എന്ന് വരുമ്പോ എന്താണ്? അത് ഉപമിത തൽപുരുഷനും. അതുപോലെ തന്നെ രൂപകത്തിലേക്ക് വരുമ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ രൂപകത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ആകുന്ന, അതായത് പ്രത്യേകിച്ച് വലിയ പേരൊന്നും, അതായത് ആകുന്ന ചേർത്ത് വരുന്നതൊക്കെ എന്താണ്? രൂപക തൽപുരുഷ സമാസമായിരിക്കും. ഓക്കെ, നമ്മുടെ സമാസത്തിൽ രണ്ടാമത്തെ വിഭാഗമാണ് ബഹുബ്രീഹി സമാസം. വിഗ്രഹിക്കുമ്പോൾ ഉത്തരപൂർവ്വ പദങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അന്യപദങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് എന്ത്? ബഹുബ്രീഹി സമാസം. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവൻ. ശിവൻ. ചക്രപാണി. ചക്രം പാണിയിലുള്ളവൻ ആരാണ്? ചക്രം പാണിയിലുള്ളവൻ? ഇവിടെ കയ്യിൽ ചക്രമായിട്ട് തിരിക്കുന്ന ആരാണ്? മഹാവിഷ്ണു. വിഷ്ണുവിന് ചക്രപാണി എന്ന് പറയാം. നീലകണ്ഠൻ. അതുപോലെ തന്നെ കാർവർണ്ണൻ എന്ന് പറഞ്ഞ ആരാണ്? കൃഷ്ണൻ. താമരക്കണ്ണൻ ആരാണ്? ശ്രീകൃഷ്ണൻ. നീലകണ്ഠൻ, ചക്രപാണി, കാർവർണ്ണൻ, അതുപോലെ തന്നെ എന്താണ്? നീലകണ്ഠൻ. ഗജാനനൻ എന്ന് പറഞ്ഞ ആരാ? ഗജാനനൻ. ഗണപതി. ഗണപതി. ഗജത്തിന്റെ ആനനമുള്ളവൻ അഥവാ ഗണപതി. പീതാംബരൻ. പീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പീതമായ അമ്പരത്തോട് കൂടിയവൻ. ശിവനാണോ? പീതാംബരനാ? പരശുരാമൻ. കൃഷ്ണൻ. ശ്രീകൃഷ്ണനാണ് ആര്? പീതാംബരൻ. ശ്രീകൃഷ്ണൻ. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരാളെ പറ്റി പറയുന്ന സമയത്ത് അയാൾക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് ഇതെല്ലാം എളുപ്പം മനസ്സിലാക്കണം. ഇതാണ് സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ബഹുബ്രീഹി സമാസം. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അധികം നീലകണ്ഠനോ കാർവർണ്ണനോ കാർമേഘവർണ്ണനോ അപ്പൊ എന്തെങ്കിലും വേറൊരാൾക്ക് ഒരു പേരുണ്ട്. നമ്മളിങ്ങനെ നീലക്കണ്ണൻ കള്ളക്കണ്ണൻ എന്നൊക്കെ വിളിക്കുന്ന ശ്രീകൃഷ്ണന് വേറൊരു പേരുണ്ട്. ഇപ്പൊ കാർവർണ്ണൻ, പീതാംബരൻ എന്നൊക്കെ പറഞ്ഞ വേറൊരു പേരുണ്ടെങ്കിൽ അയാൾ എന്താവും? അതായത് ബഹുബ്രീഹി സമാസത്തിലാണ് വിടുന്നത്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ബഹുബ്രീഹി സമാസം കേട്ടോ.
അടുത്തത് ദ്വന്ദ്വ സമാസം. നമ്മളെപ്പോഴും സന്ധി പഠിക്കുമ്പോൾ ഈ ദ്വിത്വസന്ധി പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ദ്വന്ദ്വ സമാസം. വിഗ്രഹിക്കുമ്പോൾ രണ്ടെണ്ണത്തിനും തുല്യമായ പ്രാധാന്യം വരുന്നതിനാണ് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയാ. രാപ്പകൽ, രാവും പകലും. വാദ്യമേളങ്ങൾ, വാദ്യവും മേളവും. അഞ്ചാറ്, അഞ്ചും ആറോ. അത്തരത്തിൽ എന്താണ് ദ്വന്ദ്മായത്, ഒരേപോലുള്ളത്. മാതാപിതാക്കൾ, അച്ഛനും അമ്മയും, മാതാവും പിതാവും. ചരാചരങ്ങൾ, ചരാചരങ്ങൾ. ചരവും അചരവും, അതായത് ചരമല്ലാത്തതും ചരമായതും. ചരവും അചരവും എന്താണ് ചരാചരങ്ങൾ. കായ്ക്കനികൾ, കായും കനിയും. ഗംഗ യമുന, ഗംഗയും യമുനയും. അങ്ങനെ രണ്ടെണ്ണത്തിന് ടീച്ചറെ ഇതിനു മുമ്പ് ബഹുബ്രീഹിയുടെ ഒന്ന് സ്ക്രീനിൽ ഒന്ന് കാണിക്കുമോ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാൻ വെക്കാൻ. ബഹുബ്രീഹിത. ഓക്കെ ഓക്കെ. ആ ചക്രപാണി മിസ് അതൊന്നും അറിയൂല, ഒരു പേരൊന്നും എഴുതി വെക്കാം. അപ്പൊ എന്താണ് ഇത്തരത്തിൽ നമ്മൾ വിഭജിക്കുമ്പോ ചക്രപാണി കാണിച്ചു തരാം. ചക്രപാണി, ചക്രം പാണിയിലുള്ളവൻ ആരാണ്? മഹാവിഷ്ണു. അത് ഓർത്താൽ മതി. ചക്രപാണി, നീലകണ്ഠൻ, ശിവൻ. അപ്പൊ ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതുപോലെ വിഗ്രഹിക്കുമ്പോ രണ്ടെണ്ണാക്കി തിരിക്കുമ്പോ എന്താണ് ഒരേ പ്രാധാന്യം, രണ്ടെണ്ണത്തിനും ഒരേ പ്രാധാന്യം, തുല്യ പ്രാധാന്യം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. രാവും പകലും, വാദ്യമേളങ്ങൾ, വാദ്യവും മേളവും. അഞ്ചാറ്, അഞ്ചോ ആറോ. ചരാചരങ്ങൾ, ചരവും അചരമോ ആയത്. ഓക്കെ, അതാണ് എന്ത് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. അടുത്തത് കർമ്മധാരയ സമാസം. വിഗ്രഹിക്കുമ്പോൾ പൂർവപദം വിശേഷണമായി വരുന്നു. പൂർവപദം ഏതാണ്? പൂർവപദം ആദ്യ പദമാണ് ഫസ്റ്റ് വരുന്നത്. അതാണ് ആദ്യത്തിലുള്ള പദം. ആദ്യ പദത്തിനാണ് നമ്മൾ പൂർവ്വപദം എന്ന് വിളിക്കുന്നത്. വിഗ്രഹിക്കുമ്പോൾ അഥവാ രണ്ടെണ്ണാക്കി തിരിക്കുന്ന സമയത്ത് ആദ്യം എഴുതുന്ന ഈ പദം ഉണ്ടല്ലോ, അതൊരു വിശേഷണമായി. വിശേഷണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ വിശേഷിപ്പിക്കുന്നത്. കറുത്തത്, വെളുത്തത്, കനമുള്ളത്, കനമില്ലാത്തത്, ഭംഗിയുള്ളത്, ഭംഗിയില്ലാത്തത്, നീലയായത്, മഞ്ഞയായത്, അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷണം. അതൊരു വിശേഷണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് വലുത്, ചെറുത്, ലളിതമായത്, കഠിനമായത്, ദിവ്യമായത്, വൃത്തിയുള്ളത്, വൃത്തിയില്ലാത്തൊക്കെ എന്താണ് വിശേഷണമാണ്. ഒന്നിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് നമ്മൾ വിശേഷണം എന്ന് പറയാം. അപ്പൊ അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ രണ്ടെണ്ണാക്കി തിരിക്കുമ്പോൾ പൂർവ്വപദം വിശേഷണമായി വരുന്നത്. പൂർവ്വപദം വിശേഷണമായി വരുന്നതിനാണ് നമ്മൾ കർമ്മധാരയ സമാസം. ഇത് എളുപ്പമാണ്. ലളിതഗാനം, ലളിതമായ ഗാനം. ഇവിടെ ആദ്യം പറഞ്ഞ പൂർവ്വപദം ഏതാണ്? ലളിതമായ. ലളിതമായ പറഞ്ഞ വിശേഷണമാണ്. ദിവ്യശക്തി, ദിവ്യമായ ശക്തി. പിന്നെ അതുപോലെ തന്നെ എന്താണ് വീരവനിത, വീരവനിത. അപ്പൊ എന്താ വരിക? അതിനെങ്ങനെ എഴുതുക? തിരിച്ച് വിഗ്രഹിച്ചിട്ട് എങ്ങനെ എഴുതുക? വീരവനിത എന്നുള്ളതിന് വിഗ്രഹിച്ചത് എങ്ങനെ? വീരയായ വനിത. അപ്പൊ വീരയായ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വിശേഷണമാണ്. വീരയായ വനിത വീരവനിത എന്ന് പറയുമ്പോൾ വീരയായ വനിത അറിയുമ്പോൾ എന്താണ്? അതൊരു വിശേഷണമാണ്. വീരവനിത, വീരയായ വനിത. അതുപോലെ തന്നെ ഇതാണ് കർമ്മധാരയ സമാസത്തിന് ഉദാഹരണം. അതേപോലെ കർമ്മധാരയ സമാസത്തിന് വേറൊരു രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് നോക്കൂ. മഞ്ഞപ്പട്ട്, അതെങ്ങനെ വിഗ്രഹിക്കുക? മഞ്ഞയായ പട്ട്, മഞ്ഞയായ പട്ട്, അല്ലെങ്കിൽ മഞ്ഞയാകുന്ന പട്ട്. എന്താണ് മഞ്ഞയായ എന്ന് പറഞ്ഞത്? ഒരു വിശേഷണമാണ്. സൗമ്യശീലം, എന്താണ് സൗമ്യമായ എന്ന് പറഞ്ഞത്? ഒരു വിശേഷണമായി മാറുന്നു. ഓക്കെ, അടുത്തത് അവ്യയീഭാവ സമാസം. വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം. വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം. പൂർവ്വപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എന്താണ് പദം. പൂർവ്വപദം. യഥേഷ്ടം എന്നുള്ളതിനെ ഇഷ്ടം പോലെ എന്ന് വിളിക്കും. അതായത് ഈ ഇഷ്ടം എന്ന് പറയില്ലേ, ഇഷ്ടം, ഇതിനാണ് എന്ത് പ്രാധാന്യം കൂടുതൽ. ഇപ്പൊ യഥേഷ്ടം എന്നുള്ളതിന് ഇഷ്ടം പോലെ. പിന്നെ അത് മനസ്സിലാക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദം പൂർവ്വപദമായി മാറിയാൽ അവ്യയഭേദം. അപ്പൊ യഥേഷ്ടം എന്നുള്ളതിൽ ഇഷ്ടം എന്നുള്ളത് രണ്ടാമതല്ലേ വരുന്നത്. അതിന് വിഗ്രഹിക്കുമ്പോൾ ഈ ഇഷ്ടം ഫസ്റ്റ് വന്നില്ലേ, അങ്ങനെ വരുന്നതൊക്കെ ഇരിക്കും എന്ത് അവ്യയീഭാവ സമാസം. സദയം, ദയയോടെ. അവിടെ ഈ ദയം എന്നുള്ള ലാസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇവിടെ ദയയോടെ. യഥാവിധി, വിധി പോലെ. അങ്ങനെ എന്താണ് ഇത്തരത്തിൽ എന്താണ് വിഗ്രഹിക്കുന്ന സമയത്ത് വിഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ പദം, അതായത് വിഗ്രഹിക്കുന്നതിന് മുൻപുള്ളത് എന്ത് ചെയ്യും? അതവിടെ ആദ്യത്തെ പദം വിഗ്രഹിക്കുന്ന സമയത്ത് ഫസ്റ്റ് രണ്ടാമത് നിന്നിരുന്ന പദം പിന്നീട് വിഗ്രഹിക്കുമ്പോൾ
ഫസ്റ്റ് ആയിട്ട് മാറും. അതാണ് എന്ത് അവ്യയീഭാവ സമാസം മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്. അടുത്തത് ദ്വിഗു സമാസം. വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദം എണ്ണൽ സംഖ്യയായി വരുന്നതാണ് എന്ത് ദ്വിഗു സമാസം. അത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഏകദിനം ഒരു ദിനം, ദ്വിഭാഷ രണ്ട് ഭാഷ, ത്രികാലം മൂന്ന് കാലം, ദ്വയാർത്ഥം രണ്ടർത്ഥം. ദ്വയാർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം എന്നാണ്. അപ്പൊ എന്താണ് ഇത്തരത്തിൽ വിഗ്രഹിക്കുമ്പോൾ എണ്ണൽ സംഖ്യകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ദ്വിഗു സമാസമായിരിക്കും. ഈ ദ്വിഗു സമാസം, ദ്വന്ദ്വ സമാസം, പിന്നെന്താണ് ഈ നേരത്തെ പറഞ്ഞ ഇപ്പൊ കുറച്ച് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവ്യയീഭാവ സമാസം, കർമ്മധാരയ സമാസം ഒക്കെ മനസ്സിലാക്കാൻ എന്താണ് കുറച്ചുകൂടി എളുപ്പമാണ്. സമാസം എളുപ്പമാണ്. ആ പ്രത്യയം എന്താന്ന് പഠിച്ചാൽ അതിന്റെ കണ്ടീഷൻ എന്താന്ന് പഠിച്ചാൽ മാത്രം മതി. സമാസം എളുപ്പമാണ്. സന്ധിനേക്കാൾ ചിലപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ചിലപ്പോ അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്നറിയോ, അതായത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടർ വരും. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ കണ്ടീഷനും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാണെങ്കിൽ ഇതല്ല. അപ്പൊ ദ്വിഗു സമാസത്തിൽ എണ്ണൽ സംഖ്യ വന്നാലേ ദ്വിഗു സമാസം ആവുള്ളൂ. അപ്പൊ വേറൊരു ഓപ്ഷനിൽ ദ്വിഗു സമാസം അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ അപ്പൊ തന്നെ ദ്വിഗു സമാസം ഒഴിവാക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാം. നിത്യസമാസം ഒന്നും കൂടെ കാണിക്കോ? ദ്വിഗു സമാസം. കാണിക്കാം. ദ്വിഗു സമാസം. ഓക്കെ. അടുത്തത് നിത്യസമാസം. പൂർവോത്തര പദം തിരിക്കാൻ പറ്റാത്തത്. പൂർവ്വപദം ഏത് ഉത്തരപദം ഏതെന്ന് തിരിക്കാൻ പറ്റാത്തതിന് നമ്മൾ നിത്യസമാസം എന്ന് പറയാം. വൻതേൻ, അങ്ങനെ, വഴികാട്ടി. പറഞ്ഞോ. ഈ ദ്വിഗു സമാസത്തിൽ അപ്പൊ 5 6 എന്നുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഈ ദ്വന്ദ്വത്തില്, അപ്പൊ അത് അങ്ങനെ രണ്ടും ഒരേമാതിരി വന്നാല് അങ്ങനെ വരുമോ? അങ്ങനല്ലടാ. അതായത് 5 6 എന്നുള്ളതിനെ വിഗ്രഹിക്കുമ്പോൾ 5 6 എന്ന രീതിയിൽ വരുന്നത് അതെന്താണ് അത് ദ്വന്ദ്വ സമാസമാണ്. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അത് ഓൾറെഡി എന്താണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു എണ്ണൽ സംഖ്യ ആയിട്ട് വരുന്നതാണ്. ഇതിവിടെ നോക്കൂ, ത്രികാലം ദ്വിഭാഷ അങ്ങനെ വിഗ്രഹിക്കുന്ന സമയത്ത് ആദ്യത്തേത് മാത്രം എന്താണ് എണ്ണൽ സംഖ്യ ആയിട്ട് വരുന്നത്. എണ്ണൽ സംഖ്യ ആയിട്ട് വരുന്നത് ആദ്യത്തേത് മാത്രം. ഓക്കെ, അതാണ് എന്തെന്ന് പറഞ്ഞത് ദ്വിഗു സമാസം. മറ്റേത് രണ്ടെണ്ണം ഉണ്ട്, രണ്ട് എണ്ണൽ സംഖ്യ. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അത് എണ്ണൽ സംഖ്യ മാത്രമല്ല, ഇവിടെ എണ്ണൽ സംഖ്യ മാത്രം ആദ്യം വരുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ദ്വിഗു സമാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ. നിത്യസമാസം പൂർവോത്തര പദമായി പൂർവ്വം അതായത് ആദ്യ പദം അവസാന പദം തിരിക്കാൻ പറ്റാത്തത് അതാണ് എന്ത് നിത്യസമാസം. 1+10 എന്ന് നമുക്ക് വൻതേൻ എഴുതാൻ പറ്റൂല. അതെന്താണ് വൻതേൻ എഴുതുന്ന സമയത്ത് അതിന് രണ്ടെണ്ണാക്കി തിരിക്കാൻ പറ്റൂല. കാരണം അതിന് വൻ എന്നുള്ളതിന് മാത്രം അല്ലെങ്കിൽ തേൻ അങ്ങനെ രണ്ടെണ്ണാക്കി തിരിക്കാൻ പറ്റൂല. അതിനെന്തില്ല, അതിന് വന്നായ തേൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതായത് വിഗ്രഹിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ എന്നുള്ളതിന് ഞങ്ങൾ നമ്മൾ വിഗ്രഹിക്കും, അതിന് വിഗ്രഹിക്കാൻ പറ്റില്ല. വഴികാട്ടി എന്ന് പറഞ്ഞാൽ വഴി കാട്ടുന്നവൻ എന്നൊക്കെ പറയാന്നല്ലാതെ വഴിയായ അതിന്റെ ഇടയിൽ എന്താ ഒരു പ്രത്യയം പിന്നെ വരൂല. വഴികാട്ടിന്റെ ഇടയിൽ പിന്നെ ഒരു പ്രത്യയം വരൂല. വഴിയായി കാട്ടുന്നവൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് അത്തരത്തില് രണ്ടെണ്ണാക്കി തിരിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിത്യസമാസം എന്ന് പറയുന്നത്. നിത്യസമാസം. അടുത്തത് സമാസം ഏത് കുറച്ച് എനിക്ക് കിട്ടും. പ്രതിവർഷം. ഏതാണ് സമാസം? നിത്യസമാസം. ഏത്? പ്രതിവർഷം. നന്നായിട്ട് ആലോചിക്ക്. പ്രതിവർഷം. പ്രതിവർഷം. പ്രതിവർഷത്തിന് ആദ്യം വിഗ്രഹിച്ച് നോക്ക്. ഏതാണ്? അതന്നെ അവ്യയീഭാവ സമാസമാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ നോക്കൂ, പ്രതിവർഷം എന്നുള്ളത് നമ്മൾ വിഗ്രഹിക്കുമ്പോ വർഷം തോറും എന്നാവും. കാരണം ഈ ഫസ്റ്റത്തെ ലാസ്റ്റ് നിൽക്കുന്ന ഫസ്റ്റിലേക്ക് വന്നില്ല. അപ്പൊ ഏതാ സമാസം? ഏതാ സമാസം? അവ്യയീഭാവ സമാസമാണ് കേട്ടോ. അതായത് അതിനെ വിഗ്രഹിക്കുമ്പോ അവസാനം നിൽക്കുന്നത് ആദ്യം വരുന്നുണ്ട്. അതാണെന്ത് പ്രതിവർഷം, വർഷം തോറും. മാതാപിതാക്കൾ എന്താണ്? ഏകവർണ്ണൻ. ഏതാണ് ബഹുബ്രീഹി സമാസം? ചെമ്പരത്തി. നിത്യസമാസം. നിത്യസമാസം. ഏതാണ്? ഏതാണ്? നിത്യസമാസം. നിത്യസമാസം എന്ന് എല്ലാരും പറഞ്ഞാൽ അല്ലാത്ത വേറെ ഓപ്ഷൻ വേറൊരു ഉത്തരം ആർക്കും ഇല്ലേ?
ഇതെന്താ ഇവിടെ പറഞ്ഞെന്താ? തിരിക്കാൻ പറ്റുമോ? ആ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചെമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്മ് പറഞ്ഞാൽ ചെമ്മ് ചുമന്നൊക്കെ പറഞ്ഞ ചുവന്ന അരത്തി എന്നാണ്. അതായത് ചുവന്ന പൂവ് അർത്ഥത്തിലാണ് ചെമ്പരത്തി പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ചുവന്നാനായുമ്പോ അവിടെ എന്ത് വിശേഷണായില്ലേ? അതൊരു വിശേഷണായില്ലേ? അപ്പൊ അതെന്താണ്? അതേത് സമാസ? കർമ്മധാരയ സമാസം. നവരസങ്ങൾ ഏതാണ്? എളുപ്പമാണ്. നവരസങ്ങൾ ദിഗു സമാസം. ദിഗു. ദശപുഷ്പം ദിഗു സമാസം. അതും അനുചിതം അവ്യയീഭാവം ഏതാണ്? അനുചിതം അവ്യയീഭാവം. അങ്ങനെയാണത് അവ്യയീഭാവം. നിത്യസമാസ. അനുചിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അവ്യയീഭാവം ഒന്നുകൂടെ ഒന്ന് പറയോ? ഈ അനുചിതം അത് അവ്യയീഭാവം ഞാൻ പറയട്ടെ. അനുചിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉചിതമല്ലാത്തത് എന്നാണ്. എന്താണ് അനുചിതം എന്ന് പറഞ്ഞാൽ? ഉചിതമല്ലാത്തത്. അനുചിതം ഉചിതമല്ലാത്തത്. അപ്പൊ അനുചിതം എന്നുള്ളതിനെ വിഗ്രഹിക്കുമ്പോൾ ഉചിതമല്ലാത്തത് എന്നാണ് പറയാ. അനുചിതം ഇസിക്വൽ ടു ഉചിതമല്ലാത്തത്. ഇത് അവ്യയീഭാവം എന്ന് പറയുമ്പോ എന്താണ്? സദയം ദയയോടെ. ഒന്നും നിങ്ങൾ നോക്കണ്ട, ഒന്നുമേ നോക്കണ്ട, ഒരു കണ്ടീഷൻ നോക്കണ്ട. ഇതിന്റെ ലാസ്റ്റ് വരുന്നതിന്റെ ഇവിടെ ഫസ്റ്റ് വരുന്നുണ്ടോ നോക്കാം. സദയം ദയ, ഇവിടെ ദയ വന്നു. വിധി, ഇവിടെ വിധി വന്നു. യഥേഷ്ടത്തിൽ ഇഷ്ടം ഇവിടെ വന്നു. അതേപോലെ തന്നെ അനുചിതത്തിൽ എന്താണ്? അനുചിതം എന്ന് വിഗ്രഹിക്കാൻ അറിയണം നമുക്ക് ആദ്യം. അനുചിതം എന്നുള്ള വിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉചിതമല്ലാത്തത്. അപ്പൊ അവിടെ എന്താ ലാസ്റ്റ് വന്നത്? അവിടെ ഫസ്റ്റ് വന്നു. അതാണെന്ത്? അവ്യയീഭാവ സമാസം എന്ന് പറയണത്. ക്ലിയർ ആണോ? ഓക്കെ മനസ്സിലായി. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഏതാ പറയണ്ട ഒന്നുകൂടെ? ദിഗു സമാസം. ഏതാ? ആരോ ഒന്നുകൂടെ പറയണം എന്ന് പറഞ്ഞു. എന്താ പറയണ്ടേ? പറഞ്ഞില്ലേ അത്? അവ്യയീഭാവ സമാസാണോ? അതെ. വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദം പൂർവ്വപദം, അതായത് ഒന്നും നോക്കണ്ട. യഥേഷ്ടം എന്നുള്ളതിന് നമ്മൾ ഇഷ്ടം പോലെ എന്നാണ് വിഗ്രഹിച്ച് പറയാ. അപ്പൊ ഈ ഇഷ്ടം എന്നുള്ള ലാസ്റ്റ് കാണുന്നില്ലേ? അത് ഫസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. അതേപോലെ തന്നെ സദയം ദയയോടെ. അപ്പൊ സദയത്തിൽ ഈ ദയം എന്നുള്ള സാധനം ഇവിടെ ഫസ്റ്റ് വന്നില്ലേ? ലാസ്റ്റ് കിടക്കുന്നത് ഫസ്റ്റിലേക്ക് ആവുന്നുണ്ടോ നോക്കുക. യഥാവിധി വിധി പോലെ. അനുചിതം ഉചിതമല്ലാത്തത്. അങ്ങനെ എന്താണ്? ഇത്തരത്തില് ഉചിതം, അതായത് അവസാനം കിടക്കുന്നത് ഒരു സാധനത്തിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ലാസ്റ്റ് കിടക്കുന്നത് ഫസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അവ്യയീഭാവ സമാസം. ക്ലിയർ ആണോ? ചോദിച്ചാൾക്ക് ക്ലിയർ ആണോ? ഓക്കെയാണ് മാം. ഓക്കെ. നവരസങ്ങൾ എന്നതിലെ സമാസം ഏതാണ്? ദിഗു സമാസം. ദ്വിഗു സമാസം. ഓക്കെ, അടുത്ത കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. നീലക്കുറിഞ്ഞി സമാസം ഏത്? ബഹുബ്രീഹി എന്ന് പറഞ്ഞ പാട്ടിണ്ടായിരുന്നു. ഏത് ബഹുബ്രീഹി പറഞ്ഞ എന്താണ്? ഏതതിന് ഉത്തരം? കാരണം എന്താണ്? നീലയായ കുറിഞ്ഞി. നീലയായ എന്ന് പറയുമ്പോ ഈ കളറിന്റെ പേര് എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതെന്തേക്കും? കർമ്മധാരായനേക്കും. അതൊന്ന് ഓർക്കുക. കർമ്മധാരായ സമാസം. മിസ്സേ ബഹുബ്രീഹി ഒന്നും കൂടി പറയോ? ഇവിടെ ബഹുബ്രീഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു മിനിറ്റ്. ബഹുബ്രീഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഇങ്ങനെ പേര് വരുന്നതല്ലേ? നീലകണ്ഠൻ, ശിവൻ, അമ്പാടി കണ്ണൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, പീതാംബരൻ. അതായത് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു പേരുണ്ടാവും. ഈ വിളിക്കുന്നതിനൊന്നല്ല പ്രാധാന്യം. അതെന്താണ്? അന്യപദങ്ങൾക്ക്, അതായത് വേറെ പദങ്ങളായിരിക്കും. ചക്രവാണി, മഹാവിഷ്ണു. ഓക്കെ, താങ്ക് യു. അതെന്താണ്? അപ്പൊ അത്തരത്തില്
നമ്മൾ വേറൊരാളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പേര്, ഇപ്പൊ അമ്പാടി കണ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പേര്, അതാണ് എന്ത് ബഹുബ്രീഹി സമാസം. ഇവിടെ നീലക്കുറിഞ്ഞി നമുക്ക് കർമ്മധാരായന, കാരണം നീലയായ കുറിഞ്ഞി എന്നുള്ളതിനാണ് എന്തെന്ന് പറയാ, നീലക്കുറിഞ്ഞി. ഓക്കെ. വധൂവരന്മാർ സമാസം ഏത്? ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ ഓക്കെ, സമാസം. ദ്വന്ദ്വ സമാസം. തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എന്താ വരിക? തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. ഓടിക്കപ്പെടുന്ന വണ്ടി. ഓടിക്കപ്പെടുന്ന വണ്ടി. ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, വിഗ്രഹിക്കപ്പെടുന്ന വണ്ടി. അത് വിഗ്രഹിക്കാനാണ്. വിഗ്രഹിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മിസ്സേ കരാരവിന്ദം ഒന്ന് വിഗ്രഹിച്ച് പറയാവോ? എന്താണ്? കരാരവിന്ദം. കേൾക്കുന്നില്ല. കരാരവിന്ദം എങ്ങനെയാ വിഗ്രഹിച്ച് എഴുതുന്നത്? കരാരവിന്ദോ? കരാരവിന്ദം. ഇതാണ് ഉദ്ദേശിച്ചത്, കരാരവിന്ദം. അതെ അതെ, കരാരവിന്ദം. കരാരവിന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല സാധനങ്ങൾ പല ടെക്സ്റ്റുകളിൽ പലതും കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ മുൻപ് ഇവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അത് വിഗ്രഹിക്കാൻ അറിയില്ല. എന്നാലും എന്താണ് കരയാകുന്ന അരവിന്ദം അല്ലെങ്കിൽ കര കൊണ്ട് അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒരു വിഗ്രഹിച്ചത്. അതിൽ പല ടെക്സ്റ്റിൽ പല സാധനങ്ങൾ കണ്ടിട്ടുള്ളതിനെ കൊണ്ട് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഇത് മുൻപും ഇതേപോലെ ഒരാളെന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കരാരവിന്ദമല്ല, ഇതേപോലത്തെ ഒരു സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കരയാകുന്ന അരവിന്ദം എന്ന മറ്റാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അത് കര കൊണ്ടുള്ള അരവിന്ദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഉദ്ദേശിച്ചത്. എന്താണ് കരയാകുന്ന അരവിന്ദം അങ്ങനെ എന്തോ ആണ് കണ്ടിട്ടുള്ളത്. കൃത്യമായിട്ട് എനിക്ക് ഇപ്പൊ പറയാൻ അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാറിനടുത്ത് പറയാം. എന്നിട്ട് അത് സാറ് ഗ്രൂപ്പിൽ ഇട്ടു തരും കേട്ടോ. ഓക്കെ മിസ്സേ, ഞാൻ ഇതുപോലെ 2 ആൻസർ കണ്ടു, അതാണ് ചോദിച്ചത്. അതാ ഞാനും അത് കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാല് ഒന്നിലധികം ആൻസറുകൾ അതിന് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൃത്യമായിട്ടല്ല. ഇനി പിന്നെ ഞാനൊരു മലയാളം ടീച്ചറടുത്ത് എന്റെ ടീച്ചറടുത്ത് ചോദിച്ചപ്പോൾ ടീച്ചർക്കും കാര്യമായിട്ട് അങ്ങോട്ട് വ്യക്തമായിട്ട് അറിയില്ല. ഒരു ഊഹമേ പറയുള്ളൂ. അപ്പൊ പിന്നെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ. ഉപമ തൽപുരുഷ സമാസത്തിന് ഉദാഹരണം? തളിർമേനിയാണ് അതോ മുഖം? തളിർമേനിയാ. അതെങ്ങനെയാ? മുഖകമലം. മുഖകമലമാണ്. അത് കമലം എന്ന് പറഞ്ഞാൽ താമര പോലുള്ള മുഖം. തളിർമേനി എന്ന് പറഞ്ഞാൽ തളിരാകുന്ന മേനിയാണ്. അതേതാണ്? അത് രൂപകാണ്. കമലം പോലുള്ള മുഖം, താമര പോലുള്ള മുഖം, അതാണെന്ത്? ഉപമ. പോലുള്ളയാണ് ഉപമ. ആകുന്ന ഏതാണ്? രൂപകമാണ്. ആകുന്ന രൂപകം. ഓക്കെ. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, മുഖകമലം. കമലം. മിസ്സസ് സ്റ്റക്കാന്നല്ലോ. സ്റ്റക്കാണോ? ഇല്ല. അല്ല. ഇല്ല. ഓക്കെ. അടുത്തത് രൂപക സമാസത്തിന് ഉദാഹരണം. രൂപക സമാസത്തിന് ഇപ്പൊ കാണിച്ച ക്വസ്റ്റ്യൻ അത് കൊടുത്തല്ലോ. കാടിന്റെ മക്കള്. മുമ്പത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. അതിന്റെ ഓപ്ഷൻസ് അതിൽ കൃത്യമായിട്ടില്ല. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. അത് തെറ്റാ. ഇത് പറ, രൂപക സമാസത്തിന് ഉദാഹരണം. പൊൻതോട. തീവണ്ടി. രൂപകത്തിന് എന്താ പറഞ്ഞ? ആകുന്ന. അടിമലർ. സ്ക്രീൻ കാണുന്നില്ല? അടിമയാകുന്ന മലർ. കാണുന്നുണ്ട് ടീച്ചർ. കാണുന്നില്ലേ? കാണാത്ത അടിമലർ. അടിമലറാണോ? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി അല്ലേ? പൊൻതോട. ഏതാ ഉത്തരം? നീലയാകുന്ന ഓപ്ഷൻ എ. നീലയാകുന്ന ആകാശം. അതാണ്
രൂപക. അപ്പൊ ആകുന്ന എന്നുള്ളതാണ് എന്ത്? രൂപക സമാസം. ആകുന്ന. ഓക്കെ. ലളിതമായ എന്ന വാക്കിന്റെ ശരിയായ സമാസം എന്താണ്? ലളിതം എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓക്കെ. സ്വർണവർണ്ണം അരയന്നം വിഗ്രഹിക്കുക. ഇത്തരം തന്നെയാണ് ഇവിടെ കൊടുത്തുള്ളത്. സ്വർണത്തിന്റെ വർണ്ണമുള്ള അരയന്നം. അതാണെന്ത്? സ്വർണവർണ്ണ അരയന്നം. അടുത്ത് നോക്കാം. അരയന്ന പ്രൗഢൻ വിഗ്രഹിക്കുക. ഒന്ന് വിഗ്രഹിച്ച ഉത്തരം എന്നിട്ട് കാണിച്ചു തരാം. അരയന്നത്തിന്റെ പ്രൗഢി. അവൻ അല്ലെങ്കിൽ അരയന്നത്തിന്റെ പ്രൗഢിയത് എന്താണ്? അരയന്ന പ്രൗഢൻ. തൽപുരുഷ സമാസത്തിൽ കുറച്ച് ആവർത്തിച്ച് വരുന്ന ചോദ്യം. ജലജീവി, ജലത്തിലെ ജീവി. മധുരക്കിഴങ്ങ്, മധുരമുള്ള കിഴങ്ങ്. പൂമണം, പൂവിന്റെ മണം. കുളക്കോഴി, കുളത്തിലെ കോഴി. ഇതൊക്കെ വിഗ്രഹിക്കാനാണ് ചോദിച്ചുള്ളത്. ഇത്രയേ ഉള്ളൂ ഇതില് ശരിക്കും പഠിക്കാൻ. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ തൽപുരുഷ സമാസത്തിൽ ഈ ഈ ഒരു 7 എണ്ണം വരുന്നുണ്ട്. ഈ 7 എണ്ണത്തിന്റെയും പ്രത്യയങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പിന്നെന്താണ്, ഈ 2 രൂപകം, അതുപോലെ തന്നെ എന്താണ് ഉപമിത തൽപുരുഷനും പഠിച്ചു വെക്കണം. പിന്നെ പഠിച്ചു വെക്കേണ്ടത് ബഹുവ്രീഹിയാണ്. ബഹുവ്രീഹി, ദ്വന്ദ്വൻ, കർമ്മധാരായൻ, അവ്യയീഭവൻ, ദ്വിഗു, പിന്നെ അതുപോലെ തന്നെ നിത്യസമാസം. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ പഠിച്ചു വെച്ചാൽ മതി. ഇതിനൊക്കെ ഒരു കണ്ടീഷൻ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ സമാസം എന്ന് പറയുന്നതിൽ ഉള്ളു കാര്യമായിട്ട്. പിന്നെ വിഗ്രഹിക്കുന്ന സമയത്ത് അതിനെ വിഗ്രഹിക്കുമ്പോ നദിക്കര, നദിയുടെ കര. മുഖകാന്തി, മുഖത്തിന്റെ കാന്തി. അങ്ങനെ അങ്ങനെ വരുന്ന സാധനങ്ങൾ നിങ്ങൾ അർത്ഥം വെച്ചിട്ടൊന്ന് വിഗ്രഹിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അത് കിട്ടും. ഓക്കെ. അപ്പോ ഇത്രയുള്ള സമാസം എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് ഒരു എന്താ പറയാ, ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി നോക്കാനുണ്ട്. ചിഹ്നങ്ങൾ കുറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം തികയോ അറിയില്ല. ചിഹ്നങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ചിഹ്നങ്ങൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണിത്. വിശ്ലേഷം, ഈ സാധനമാണ് വിശ്ലേഷം. വലയം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. കോഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബ്രാക്കറ്റാണ്. ഭിത്തിക എന്ന് പറഞ്ഞിട്ടാണ് ഇത്. രേഖ എന്ന് പറഞ്ഞൊരു വരയാണ്. വിക്ഷേപിണി ഇതാണ്. ബിന്ദു ഇതാണ്. രോദിനി ഇതാണ്. അങ്കുശം കോമയാണ്, അല്ലെ അങ്കുരം എന്നും പറയാറുണ്ട്, അങ്കുശം എന്നും പറയാറുണ്ട്. ശൃംഖല വരയാണ്. കാകു ക്വസ്റ്റ്യൻ മാർക്കാണ്. ചായ്വര എഴുതുന്ന സാധനത്തിൽ. ഉദ്ധരണി കോമ ഈ സാധനം. താരിക സ്റ്റാർ, ശതമാനത്തിന്റെ ഇത്. പൂർണ്ണവിരാമം കുത്ത്. അർദ്ധവിരാമം എന്നും എന്തിനു പറയാറുണ്ട്? അങ്കുശം അല്ലെ അങ്കുരം. അർദ്ധവിരാമം എന്നും എന്തിനു പറയലുണ്ട്? കോമക്ക് പറയാറുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. ചിഹ്നങ്ങൾ എന്നുള്ള ഭാഗത്തുള്ള ഒരു സാധനം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് അവതാരണം, ഗദ്യം, അവതാരണം, പദ്യം. അവതാരണം, ഗദ്യം, അവതാരണ പദ്യം. നിങ്ങൾ കഴിഞ്ഞ ഉച്ചക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ അവതാരണ പദ്യത്തില് ഒരൊറ്റ കവിത നോക്കാം. അത്ര സമയം ഉണ്ടാവുള്ളൂ നമുക്ക്. എന്നിട്ട് ടീച്ചറെ, ഈ മുറ്റുവിന പറ്റുവിന ഇല്ല, അതൊന്ന് പറഞ്ഞു തരുവാ? മുറ്റുവിന പറ്റുവിന പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്രിയ എന്താന്ന് പറയണം. ക്രിയ പറഞ്ഞാലേ മുറ്റുവിന പറ്റുവിന പറയാൻ പറ്റുള്ളൂ. കാണിക്കോ സ്ക്രീനില്? ഏതാണ് ചിഹ്നങ്ങളൊന്ന് കാണിക്കോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ. നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ. ചിഹ്നങ്ങൾ നേരിട്ട് ചോദിക്കത്തില്ലല്ലോ അല്ലെ ടീച്ചറെ? ചിഹ്നങ്ങൾ ഇപ്പോ ഇന്ന ഒരു 20 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നിട്ട് വ്യക്തിക്ക് എവിടെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കില്ല, നേരിട്ടൊന്നും പറയാൻ പറ്റൂല. ചോദിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ എന്തിനാ ഉപയോഗിക്കണം എന്നറിയില്ലേ? ബ്രാക്കറ്റ് ഇടുന്നതിനാണ്, പൂർണ്ണ വിരാമം ഇടുന്നത് എന്തിനാന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ? അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. അതറിയാം മാം. ഓക്കെ.
അല്ല, നമുക്ക് ഒരു നിങ്ങൾ വാക്യത്തിൽ തന്നെ രണ്ട് എന്താ അങ്ങനെ അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു സെന്റൻസിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഒരു സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ പറയുന്ന എന്തോ അതിന് പറയണേ അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മുന്നേ. പറയുമ്പോ ഇതാ ഈ സാധനം ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, രോദിനി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതെ അതെ രോദിനി. രോദിനി ആയിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് എന്താണ് ഒന്നില് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണേ. നമുക്ക് മുഴുവൻ പറഞ്ഞു തരാൻ കുറെ സമയം എടുക്കും. അതിനെക്കൊണ്ട് അതൊന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ ഈ സംഭവങ്ങൾ ഇതൊക്കെയാണെന്നൊന്നും ഓർത്തു വെക്കുക. അതിന് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റേ എന്താ പറയാന് പച്ചുവിനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ മക്കളെ ആദ്യം എന്ത് പറയണം എന്നറിയോ? ഏറ്റവും ഫസ്റ്റ് ഒരു മിനിറ്റ്, ഇത് PDF ആണല്ലോ. അങ്ങനെ നമുക്ക് തൽക്കാലം അങ്ങനെ നോക്കാം. നിങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണോ? കൃതി എന്താണ്, അല്ലെങ്കിൽ ക്രിയ ഏതൊക്കെ വിധമുണ്ട്, അതിൽ ഏതൊക്കെ ഉപവിഭാഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയണം. അത് പറയാൻ നിന്നാൽ 2 മണിക്കൂർ ഇപ്പൊ പോകും. അതുകൊണ്ടാണ് അത് പറയാത്തത്. മുറ്റുവിന പറ്റുവിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത് നിൽക്കുന്നതൊക്കെയാണ് അർത്ഥം. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അത് നോക്കണം എന്നുള്ള ആളുകൾ എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിന് ഒരു വോയിസ് അയക്കുക. വോയിസിന് ഞാൻ മറുപടി പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു പദ്യഭാഗം ഒന്ന് വായിച്ചു നോക്കാം. തന്നിരിക്കുന്ന പദ്യം വായിച്ച് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻക്ക് ഉത്തരം എഴുതാന്നുള്ളതാണ്. വായിച്ചു കൊള്ളുക എത്രയും ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഞാൻ ഉത്തരം മോദിയാറെ ഇരുണ്ട മണ്ണെണ്ണ വിളക്കിനാരിന്നതിയാൽ തൊഴുകയ്യുമായി പിന്നീട് തൻ പുസ്തകം എന്നെടുത്തു പൂർണ്ണാതരം വായനയും തുടങ്ങി ഇണങ്ങി നിൽക്കും ശ്രുതിയല്ല രാഗമില്ല ശരവ്യക്തതയും ഏറെയില്ല, അതായത് അക്ഷര വ്യക്തതയും ഏറെയില്ല. എന്നാലും അയാളുടെ ഗാനം എന്നെ കർണത്തിന് ആഹ്ലാദം അല്പമേകി തതീയ കണ്ഠസ്വര മാത്രമാം ഭക്തിസ്വരം ആദ്യം പൂണ്ടിരുന്നു. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിസ്വയം തരത്തിൽ ആനന്ദ ലബ്ധിക്കിനി എന്ത് വേണം. അവന്റെ പാട്ടാ മണിയൊച്ച രാവിൽ പ്രശാന്ത നിശബ്ദതയെ പുലർത്തി അത് ആസ്വദിക്കുന്നതിന് ഇവണ്ണ സ്തംഭിച്ചു നിന്നു ദിവിതാരകങ്ങൾ. കാവ്യം സുഗേയം എന്നതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇങ്ങനത്തുള്ള മറ്റേ എന്താ പറയാ പദ്യത്തിൽ നിന്ന് എടുത്ത് എഴുതുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളാണ് സാധാരണ ഉണ്ടാവുക. ഈ 5 ചോദ്യങ്ങളില് ഒരു 3 നല്ല സിമ്പിൾ ആയിരിക്കും, മറ്റു 2 നല്ല ടഫ് ആയിരിക്കും. അതേ ഒരു ടഫ് ആയിട്ടുള്ള സാധനം. അത് അർത്ഥം അറിയാത്തവർക്ക് കാവ്യ സുഗേയം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. കാവ്യം സുഗേയം സുഖമുള്ളതാണ്. എന്താണ്? സുഖമുള്ളതുണ്ട്. അക്ഷര വ്യക്തതയുള്ളത് അതാണോ? അക്ഷര വ്യക്തതയുള്ളത് എന്നല്ല, കാവ്യ സുഗേയം എന്ന് പറയുന്നത് നല്ലവണ്ണം പാടാവുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഇതേപോലെ പദ്യങ്ങളിൽ നിന്ന് വരുന്ന അർത്ഥങ്ങൾ നേരിട്ട് ചോദിക്കും. അതൊരു ടഫ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അത് നല്ല എളുപ്പമാണ്, 5ഉം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കണക്കൂട്ടി പോരും. ഇത് എങ്ങനത്തെ പദ്യമാണ് തരും? ചിലപ്പോൾ ഫുള്ള് 5ഉം നല്ല എളുപ്പമുള്ളത് തരും, ചിലപ്പോൾ 3 നല്ല സിമ്പിൾ ആയിട്ടുള്ള 2 ടഫായിട്ട് തരും, ചിലപ്പോൾ 4 സിമ്പിൾ ആയിട്ട് 1 ടഫ് ആക്കും. എന്തായാലും 1-2 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുണ്ടാവും, അത് ഉറപ്പാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് അടുത്ത നോക്കൂ. ഗാനം കേട്ട് സ്തംഭിച്ചു നിന്നത് ആര്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ദിവി. നക്ഷത്രങ്ങൾ. ദിവിതാരകങ്ങൾ. ആരാണ്? ദിവിതാരകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങളാണ്. അയാളുടെ ഗാനത്തിൽ കവിക്ക് ആഹ്ലാദം പകർന്ന ഘടകം ഏത്? രാഗം, അക്ഷര വ്യക്തത, ഭക്തി, ശ്രുതി. ഭക്തിയാണോ? എന്താണ്? ഏതാണ്? ഭക്തിയാണോ? എല്ലാ കർണത്തിന് ആഹ്ലാദമേകി തതീയ കണ്ഠസ്വരം മാത്രം ഭക്തിസ്വരം ആദ്യ പൂണ്ടിരുന്നു. അപ്പൊ എന്തായിരിക്കും? ഭക്തിയാണ്. ഓക്കെ, ഏത് കാവ്യം വായിക്കുവാനാണ് കവി പറഞ്ഞത്? ഹരിനാമ കീർത്തനം, ശ്രീ മഹാഭാരതം, ഏതെങ്കിലും ഒരു പുസ്തകം, രാമായണം. ഏതായിരിക്കും? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രാമായണാണോ? രാഘവീയം ഏതാണ് പറയുന്നത് കേട്ടോ. ആരുടെ കാവ്യമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്? ഒരു ദിവ്യന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ പാട്ടുകാരന്റെ കവിയുടെ സ്വന്തം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? തുഞ്ചത്തുളവായ ദിവ്യൻ എന്ന് പറഞ്ഞ ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തുളവായ ദിവ്യൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പൊ ഇതാണെന്ത് കൃത്യമായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു കവി. അപ്പൊ ഈ കവിതയുടെ അവതാരണം ഗതി മുഴുവൻ പറയാനുള്ള സമയമില്ലാത്തതിനെ കൊണ്ടാണ് പറയാത്തത്. അപ്പൊ എന്താണ് ഇത് ഈ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങൾക്ക് ഇതേപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാരഗ്രാഫും ഒരു കവിതയും തരും. അതായത് കവിത തരുന്ന സമയത്ത് എന്താണ്, കവിത തരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു 2 3 ആവർത്തി കവിത വായിച്ചു നോക്കുക. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കവിത വായിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ചിലപ്പോൾ നമുക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
രണ്ടെണ്ണം മൂന്ന് മിക്സ് ചെയ്ത് വിടും. അപ്പൊ നമ്മൾ വേഗം ചാടി കയറി ഉത്തരം എഴുതുന്നതിന് മുൻപ് പാരഗ്രാഫും കവിതയും നന്നായിട്ട് വായിച്ചു നോക്കുക. അങ്ങനെ നന്നായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കത്തും. ഒരു 5 or 6 വട്ടം വായിച്ചാലേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഒരു 5-6 വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സമയം 5-6 വട്ടം വായിച്ചു കഴിയുമ്പോ സമയം ഉണ്ടാവില്ല. അതാ പറയുന്നത്, സമയമുണ്ടെങ്കിൽ. മറ്റുള്ള ക്വസ്റ്റ്യൻ എല്ലാതും ഫുള്ളായിട്ട് അറിയും, പെട്ടെന്ന് ഉത്തരം എഴുതാന്നുണ്ടെങ്കിൽ. അതെ ടീച്ചറെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ ആദ്യം ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ കവിതയാണെങ്കിലും വായിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒന്ന് 2 വട്ടം വായിച്ചിട്ട് കവിത വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഐഡിയ കിട്ടും എന്ന് തോന്നുന്നു. അത് അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ അതാ പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻ ഒരട്ടം വായിക്കും, ഇന്ന കൃതി ഏത്, ചിലപ്പോൾ അതേ സെന്റൻസ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഉത്തരം അതിന്റെ വേറെ ആയിരിക്കും. അങ്ങനെ ചില അപകടങ്ങളും പറ്റാം. ഞാൻ സാധ്യതയാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം നോക്കി അടയാളപ്പെടുത്തുന്നതിന് മുൻപ്, അതായത് OMR ഷീറ്റിൽ അടയാളപ്പെടുത്തുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ആവർത്തിയെങ്കിലും പാരഗ്രാഫോ കവിതയോ വായിക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മുഴുവനായിട്ട് വായിച്ച് 5 മാർക്കിന് സമയം കളയണമെന്നല്ല. മറ്റുള്ള ഉത്തരങ്ങൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് വായിക്കാൻ സമയം ഉണ്ടാവും. അപ്പൊ അത് വിചാരിച്ചിട്ട് എന്താ ചെയ്യരുത്, മറ്റൊരു ഇത് ശരിയാക്കരുത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യാം. ചിലപ്പോൾ എന്താണ്, ഈ ഒരു 4-5 വട്ടം വേഗം വായിക്കണം, വായിച്ച് പഠിക്കാനല്ല, പെട്ടെന്ന് വായിച്ച് തീരണം. അതെന്താണ്, ഒരു മിനിറ്റ് കൊണ്ട് ഒരു 3 വട്ടെങ്കിലും വായിച്ച് തീരണം. പെട്ടെന്ന് സ്പീഡിൽ അർത്ഥം കിട്ടി വായിച്ചു പോകണം. അതാ പറഞ്ഞത്. അങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 5ന്റെ ഉത്തരം കിട്ടും. പിന്നെ ഇതേപോലെ അർത്ഥമൊക്കെ ചോദിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ, കാവ്യ സുഖേ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല നമുക്ക്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. സമാസം ഒന്ന് പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. സമാസം എന്തായാലും കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അവതാരണം, ഗദ്യം, പദ്യം. കാവ്യം സുഖേ എന്നുള്ളത് പിന്നെ നല്ലവണ്ണം പാടാവുന്നതെന്നാണോ അതില് പറയുന്നത്? പാടാന് ഇതില്ലെങ്കിലും കേൾക്കാൻ നല്ല ഇതുണ്ട് എന്നല്ല അതിൽ പറയുന്നത്. കാവ്യം സുഖേ, അതായത് ആ സുഖമുള്ളത് എന്നുള്ളതിന്റെ ആ ഒരു, അതായത് സുഖമുള്ളത് എന്നല്ല, അതായത് സുഖേയം എന്ന് പറഞ്ഞത് പാടാവുന്നത്, അതായത് നല്ലവണ്ണം പാടാവുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കവി, അതായത് ഈ എഴുത്തച്ഛനെ എഴുതിയ രാമായണത്തിനെ പറ്റിയിട്ട് വള്ളത്തോൾ പറയുന്ന ഒരു കവിതയാണത്. അതാണ് സംഭവം. അപ്പൊ അത് അങ്ങനെ വലിയൊരു സംഭവം അല്ലെങ്കിൽ അക്ഷരവ്യക്തത ഒന്നും ഇല്ലെങ്കിൽ പോലും അതെന്താണ്, വായിക്കാൻ പറ്റുന്നത്, പാടാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് പല സാന്ദർഭികമായ അർത്ഥങ്ങളാണ് അതിന് വരുന്നത്. ഇപ്പൊ ചിലപ്പോൾ വേറൊരു കവിതയിൽ അത് ഉപയോഗിച്ചിരുന്നത് വേറെ ടൈപ്പിലായിരിക്കും. ഇതേപോലെ അർത്ഥം വരുന്ന സാധനങ്ങൾക്കാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് പാരഗ്രാഫ് നിർത്തി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര വലിയ ബുദ്ധിമുട്ടാവില്ല. നേരെ മറിച്ച് എന്താണ് ചില പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് കേൾക്കാൻ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അതിന്റെ ആശയം ഇതും നല്ല കേൾക്കാൻ ഇതുണ്ട് എന്നുള്ള രീതിയിലല്ലേ കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതേ ചോദിച്ചത്, സുഖമുള്ളത്. സുഖമുള്ളത് എന്നുള്ളത് അർത്ഥം സുഖേയം ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്ന എന്ത് രീതിയിലാണോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ഡയറക്റ്റ് അർത്ഥവും ഇൻഡയറക്റ്റ് അർത്ഥവും നമുക്കതിൽ ഉദ്ദേശിക്കാം. നമ്മൾ ഉച്ചക്കെന്ന് പറഞ്ഞ പോലെ ഒരാള് ഒരു സാധനം ഉദ്ദേശിക്കുന്ന നേരത്തെ നമ്മൾ മറ്റേ ഡിസ്കാൽക്കുലേറ്റ് ഡയലക്സി ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, അക്ഷരങ്ങൾ തിരിഞ്ഞു പോകുന്നത് എന്താണ്, വായിക്കുമ്പോൾ തിരിയുന്നതാണോ എഴുതുമ്പോൾ തിരിയുന്നതാണോ സ്പെസിഫൈ ചെയ്ത് പറയാത്തടത്തോളം നമുക്ക് എന്ത് കിട്ടൂല, അത് എന്താ ഉത്തരം എന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ. അപ്പൊ സാധാരണ ഇങ്ങനെ ഞാൻ തന്നെ ചോദിച്ചിരുന്നത്. അപ്പൊ സമാസം നമ്മൾ പഠിപ്പിച്ചു. അതേപോലെ തന്നെ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൂടി പഠിപ്പിച്ച്, അതേപോലെ തന്നെ എന്താണ്, ചിഹ്നങ്ങൾ പഠിപ്പിച്ച്. ചിഹ്നങ്ങളൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നിങ്ങളെ പഠനം എന്ത് ചെയ്യുക, ഒന്നുകൂടി ശക്തി കൊടുത്തിട്ട് പഠിക്കുക. കാരണം ആകെ 2 മാസം ക്രിസ്മസ് ആണ്, ലീവാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടാവും, ഒരുപാട് യാത്ര ചെയ്യാനുണ്ടാവും, കുറെ സിനിമ ഉണ്ടാവും കാണാൻ, ഒക്കെ ഉണ്ടാവും. ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് സാവധാനം കാണുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ഇനി ഉണ്ടാവില്ല. അപ്പൊ ഇതെന്റെ ലാസ്റ്റത്തെ ക്ലാസ് ആണ്. ഞാൻ നിങ്ങൾക്കിപ്പോ എനിക്ക് തോന്നുന്നു 4ാമത്തെ ക്ലാസ് ആണ്. ഇത് 4 ക്ലാസ് എടുത്തിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു ഞാനിപ്പോ നിലവിൽ എടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ആക്റ്റീവ് ആയിട്ട് ഒരു ബാച്ച് ആണിത്. ഞാൻ വേറെ ഒരു സ്ഥലത്ത് എടുക്കുന്നുണ്ട്, 1-2 സ്ഥലങ്ങളിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ക്ലാസിന്റെ സമയത്താണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സിലെ ഇടപെടലുകളാണെങ്കിലും ഒക്കെ എന്താണ് അത്യാവശ്യം നല്ല രീതിയിലാണ്. ഞാനത് സാറിന്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നല്ല കുട്ടികളാണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എടുക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ് നിങ്ങളത് എന്തായാലും. അപ്പൊ എന്തായാലും കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ആകെ 3-4 ദിവസമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു സാധനം പഠിക്കുക. പിന്നെ പുതിയതായിട്ടുള്ള സാധനങ്ങൾ പഠിച്ചിട്ട് വെറുതെ ഒരുപാട് സമയം കളയാതെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാ, അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മലയാളത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ EVS ആയാലും
അതുപോലെ തന്നെ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി ഒക്കെ നല്ലൊരു ശതമാനം മാർക്കിന് എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ സൈക്കോളജി ഒക്കെ അത്യാവശ്യം ഇപ്പൊ BEd TTC ഒക്കെ ജസ്റ്റ് കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സൈക്കോളജി ഒന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പഠിച്ചുകൊണ്ട് ലൈവായിട്ട് നിൽക്കുന്നില്ല. ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ഉള്ള ആളുകളാണെങ്കിൽ എന്താണ് ഒക്കെ മറന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ ഈ തിയറികളുടെ പേരുകൾ പിന്നെന്താണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ മലയാളത്തിന്റെ പെഡഗോഗി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. മലയാളത്തിന്റെ പെഡഗോഗിൽ നിങ്ങൾ അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സാധനങ്ങൾ വരില്ല. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടപ്പോൾ നോം ചോംസ്കിയുടെ ഏതെങ്കിലും സാർവലൗകിക വ്യാകരണോ അല്ലെങ്കിൽ എന്താണ് വൈഗോഡ്സ്കിയുടെ സാമൂഹിക നമ്മുടെ ഈ വികാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ ആയിരിക്കും അതിലും ചോദിക്കുന്നുണ്ട്. ബ്രൂണറുടെ സാധനങ്ങളോ പിയാഷയുടെ സാധനങ്ങളോ അതൊക്കെ ആയിരിക്കും മലയാളത്തിലും ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പൊ മലയാളത്തിന്റെ ക്ലാസ് ഇപ്പൊ മലയാളം BEd എടുത്ത ആളുകൾക്ക് ഇപ്പൊ കേട്ടറ്റ് 1ന്റെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ കേട്ടറ്റ് 2ന്റെ കാര്യമാണ്. BEd മലയാളം പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കേട്ടറ്റ് 2 എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടികൾക്ക് ഒരു കവിത പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കും, കവിത പഠിപ്പിക്കുന്ന ഒരു അധ്യാപികക്ക് കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കവിത നേരിട്ടിപ്പോ പണ്ടത്തെ ഒരു രീതിയല്ലല്ലോ നമുക്കിപ്പോ. ബിഹേവിയർസും കൺസ്ട്രക്റ്റീവ്സും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. അതായത് ഇപ്പോൾ കുട്ടികൾ ആക്റ്റീവായിട്ട്, അതായത് പണ്ട് കാലത്ത് അധ്യാപകർ ലെക്ചറിങ് രീതിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു, അത് കാണാപ്പാഠം പഠിക്കുന്നു എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ എന്താണ് കുട്ടികൾ ആക്റ്റീവായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതായത് കുട്ടികളാണ് അവിടെ ആക്റ്റീവ്, കുട്ടികളാണ് എന്ത് ആക്റ്റീവ് പാർട്ട്നേഴ്സ്, ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ വേണം ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിന്തിക്കാൻ. ഒരിക്കലും ടീച്ചർ സെന്റേഡ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യനുകളെ കാണരുത്. ഇപ്പൊ എന്താണ് ആ സംഭവം ഇല്ല. അപ്പൊ പഠിതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയും കരിക്കുലവും പഠന രീതികളൊക്കെയാണ് നമുക്കുള്ളത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത്തരത്തില് ഒരു പഠിതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓപ്ഷനുകളെ മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. എല്ലാതും ഓപ്ഷനായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും വരും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ കവിത പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതിന് കവിത കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് കുട്ടികളുടെ എന്താ പറയാ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ടീച്ചർ അത് കൃത്യമായിട്ട് രീതിയിൽ എന്ത് ചെയ്യുന്നു, വായിക്കുന്നു, അത് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കുട്ടികളെ കൊണ്ട് കവിത ചൊല്ലിപ്പിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, കുട്ടികൾക്ക് എന്താണ് കവിതയുടെ അർത്ഥം വെറുതെ വിശദീകരിച്ചു കൊടുക്കുന്നു. നാലാമത്തെ ഓപ്ഷൻ കുട്ടികൾക്ക് ടീച്ചർ കവിത പാടിക്കൊടുക്കുന്നു. അപ്പൊ അതിൽ കുട്ടീനെ കേന്ദ്രീകരിച്ചുള്ള സാധനം എന്താണ്, കുട്ടികളെ കൊണ്ട് കവിത പാടിപ്പിക്കുക. എപ്പോഴും പാഠഭാഗങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വായിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചോദ്യങ്ങളിലൂടെ ഇപ്പൊ ഒരു കവിത ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, വായിക്കാം കണ്ടെത്താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഒരു പാഠം, അപ്പൊ മലയാളത്തിൽ ഒരു കവിത വായിക്കാൻ കണ്ടെത്താന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കവിതയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ് ഈ കുട്ടികളെ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ എഴുതുക. പിന്നെ ഈ വായനാ വൈകല്യങ്ങൾ, ഈ പറഞ്ഞ പോലെ തിയറികളൊക്കെ എന്താണ് പെഡഗോഗിയുടെ പാർട്ടിലും അതെ സാധാരണ സൈക്കോളജി തന്നെ ചോദിക്കുക. സൈക്കോളജി പഠിച്ച ഒരാൾക്ക് മലയാളത്തിന്റെ പെഡഗോഗി ഉത്തരം എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കവിത, കഥ, നോവൽ തുടങ്ങിയ വ്യവഹാര രൂപങ്ങൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. പക്ഷെ അതൊന്ന് നമ്മുടെ കോമൺ സെൻസ്, നമ്മൾ എവിടെ എങ്ങനെ പഠിച്ചു പോയാലും ചിലതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ഉത്തരം എഴുതാം. അത് നിങ്ങൾക്ക് അതിന് പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടെ എന്താണ് ഒന്ന് നല്ലൊരു രീതിയിലേക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെഡഗോഗിയുടെ പോർഷനിൽ ശ്രദ്ധിക്കുക. മറ്റ് വിഷയങ്ങൾ ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, ഈ പറഞ്ഞ മാതിരി സൈക്കോളജി തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്താണ് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് സൈക്കോളജി നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കാരണം സൈക്കോളജി നല്ലൊരു പോർഷന് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് വെച്ചാല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനും പറ്റും. മലയാളം പഠിക്കണ്ടെന്നല്ല, മലയാളവും പഠിക്കണം, EVS പഠിക്കണം. EVS ഒക്കെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഈ പറഞ്ഞ മാതിരി ചില സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, സന്ധി, ഈ മൂന്നും പഠിക്കാതെ എന്തായാലും മലയാളം കംപ്ലീറ്റ് ആവില്ല. കാരണം മൂന്നിന്ന് ഓരോ ചോദ്യങ്ങൾ വീതെങ്കിലും എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സമാസവും ചോദിക്കുന്നുണ്ട്. അപ്പൊ സമാസം, സന്ധി, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. ഇപ്പൊ ശൈലി പഴഞ്ചൊല്ലി പിന്നെ പോട്ടെ നിൽക്കാം, നമുക്ക് കോമൺ ചിന്തകൾ വെച്ചിട്ട് ഉത്തരം എഴുതാം. സന്ധി സമാസവും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സമയം എടുത്തിട്ട് പഠിപ്പിച്ചത് അതിനാണ്. കാരണം ഈ 4 കാര്യങ്ങളിൽ നിന്ന് എന്താണ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടുണ്ട്, എല്ലാ തവണയും എന്ത് ചോദിക്കാറുണ്ട്. ഈ 4 ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. ഈ 4 കിട്ടിയാൽ തന്നെ നമുക്ക് എന്താണ് പകുതിയോളം മാർക്ക് കിട്ടി അല്ലെ. അത് ഒരു 4 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചെറിയ ചില്ലറ കാര്യമില്ല. പോയിന്റ് സംതിങ്ങിനൊക്കെ എന്താണ് ഇപ്പോ എത്ര മാർക്കാണ്, ഇപ്പൊ ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കാണെങ്കിൽ 89 മാർക്കിന് കേട്ടിട്ട് പോയ ആളുകൾ എനിക്കറിയാം. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 മാർക്ക് ഒരു ചില്ലറ മാർക്കേ അല്ല. ഇത് എന്തായാലും പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞില്ല, പുതിയ കാര്യം ഇനി പഠിച്ച് തുടങ്ങാതിരിക്കാൻ ശ്രമിക്കുന്ന നല്ലത്. പിന്നെ ചില ആളുകൾക്ക് നല്ല കപ്പാസിറ്റി ആയിരിക്കും,
ചില ആളുകൾക്ക് എന്താണ് പുതിയ കാര്യം ഇപ്പൊ തുടങ്ങിയാലും പരീക്ഷ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ, അതായത് തീരെ തുടങ്ങാത്ത ആളുകളായിട്ട് പറയുന്നത്. 1-2 ടോപ്പിക്ക് ബാക്കിയുണ്ട്, ഒരു 2 മണിക്കൂർ ഇരുന്ന് കവർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കൊക്കെ കവർ ചെയ്യാം. പരീക്ഷയുടെ 2 ദിവസം മുൻപ് എന്ത് ചെയ്യാം, പഠനം നിർത്തിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം. കുറേ പഠിക്കുന്നതിലല്ല, പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ട് എന്നുള്ളതിലാണ് എന്ത് ചെയ്യുന്നത് ഒരു കാര്യമുള്ളത്. അതായത് കുറെ കണ്ടമാനം വാരി വലിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് അത് കൺഫ്യൂഷൻ ആവാ എന്നല്ലാതെ എന്തില്ല, അതിന് ഉത്തരം കിട്ടൂല. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ്, കഴിഞ്ഞ കാര്യങ്ങൾ, അതായത് പഠിച്ചു പോയ കാര്യങ്ങൾ റിവിഷനായിട്ട് നോക്കുക, റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുന്ന സംഭവത്തിന് എന്താണ് ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ നടത്താൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ടീച്ചറെ ഞാൻ ചോദിച്ചോട്ടെ ടീച്ചറെ, ഈ മലയാളത്തിന്റെ PDF ഒരു 500 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിരുന്ന് ആവർത്തിച്ച് വായിച്ചാൽ തന്നെ കുറച്ചല്ലേ ഐഡിയ കിട്ടും? ഓ തീർച്ചയായും. അതായത് 500 പേജിൽ ഒരു PDF നിങ്ങൾ വായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ ഞാൻ പറയാം, ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഇപ്പൊ പോട്ടെ, സിവിൽ സർവീസ് എക്സാം ആണെങ്കിലും ഞാൻ ഒരാൾ ഒരു സിവിൽ സർവന്റ് പറഞ്ഞ കേട്ട കാര്യമാണ്. അതായത് ഒരു കേരളത്തിലെ ഒരു IAS ഓഫീസർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. അയാൾ പറയാ, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രം 20 മാർക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. 20 മാർക്ക് അതിൽ നിന്ന് മാത്രം ഉറപ്പാണോ ടീച്ചറെ? ഒരു 500 ഇത് നോക്കിയാൽ തന്നെ നമുക്കൊരു ഐഡിയ, ഇപ്പൊ അത് തന്നെ ആവർത്തിച്ച് വരണമെന്നില്ല, എങ്കിലും നമുക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. കിട്ടും. പിന്നെ ആവർത്തിച്ച് തീരെ വരാതിരിക്കുന്നില്ല, എങ്ങനെ പോയാലും ആവർത്തനം. നിങ്ങൾ അങ്ങനെയൊക്കെ നോക്ക്, 500 ഈ പറഞ്ഞ മാതിരി കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെങ്കിൽ 5-6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് ആവർത്തിച്ച് കിട്ടും. അത് എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ്. PSC നോക്കും, നിങ്ങൾ PSC നോക്കൂ. PSC ഉണ്ടല്ലോ, ചില ചോദ്യങ്ങൾ വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയട്ടെ, മലയാളത്തിന്റെ ഒരു ഉദാഹരണം പറയട്ടെ. മറ്റേ വിലാസിനിയുടെ തൂലികാനാമം എന്താന്ന് പണ്ട് കാലത്ത് എല്ലാ കാലത്തും ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാ. വിലാസിനി എന്ന് പറഞ്ഞ തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണെന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പൊ പിന്നെ പ്രസ്താവന രീതിയിലേക്ക് മാറിയതിനെ കൊണ്ട് എന്നിരുന്നാൽ പോലും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രിലിംസ് എഴുതിയ സമയത്ത് അതിലും ചോദിച്ചിരുന്നു. എന്തോ ഒരു അയിരിന്റെ എന്തോ ഒരു ലോഹവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാ മറ്റും. എന്തായാലും ചോദിക്കുന്നു പറയുന്ന ചില സാധനങ്ങളുണ്ട്. PSCക്ക് ഇതേപോലെ എന്നും ചോദിക്കുന്നു വിചാരിക്കുന്നു, എന്തായാലും ചോദിക്കുന്നു വിചാരിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് എന്ത് ഇത് ഈ പറഞ്ഞ സംഭവങ്ങൾ പോലെ തന്നെ. അതായത് പ്രീവിയസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്താണ് നമ്മൾ ചോദിക്കും, അത് ഉറപ്പാണ്. പ്രീവിയസ് ഇയർ ഒരിക്കലും വർക്കൗട്ട് ചെയ്ത് അത് ബുദ്ധിമുട്ടാവില്ല. അപ്പൊ പ്രീവിയസ് ഇയർ സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യാം. തീരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ സാധനങ്ങൾ മാത്രം വർക്കൗട്ട് ചെയ്ത് പരീക്ഷ പോവുക. കുഞ്ഞു ടോപ്പിക്സ് പഠിക്കുക. ഒന്നും പഠിക്കാൻ ഞാൻ ആദ്യം മുതൽ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താണ് ഒന്നുമില്ലാത്ത അവസ്ഥയെക്കാളും നല്ലത് പ്രീവിയസ് ചെയ്യുന്നതാണ്. പിന്നെ പകുതി പഠിച്ചവര്, റിവിഷൻ ചെയ്യുന്നവര് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക, പഠിക്കുക, സെറ്റാക്കുക. ഓക്കെ, അപ്പൊ 1-2 ടോപ്പിക് കൂടി നാളത്തോടുകൂടി പഠിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടാണ് തീർക്കുക. കുറച്ച് ദിവസത്തിന് എല്ലാ കാര്യങ്ങളും അങ്ങ് മാറ്റി വെക്കും. ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കും. നമുക്കിത് കിട്ടാന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതം സേഫ് ആക്കാന്നല്ല ഏറ്റവും പ്രധാനം. ഞാൻ നാലാമത്തെ തവണ പ്രാർത്ഥിക്കാൻ ടീച്ചറെ. ആയിക്കോട്ടെ. എല്ലാവർക്കും കിട്ടും. ജസ്റ്റ് മിസ്സിംഗ് 76, 78 അങ്ങനെയൊക്കെ വന്ന് പോവാ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ 4 മാർക്ക് ഉണ്ടല്ലോ, വലിയ സംഭവമാണോ. അതായത് നമുക്കുണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ചെറിയ മാർക്കിനായിരിക്കും നമ്മൾ തോറ്റുപോയി 20 മാർക്ക് 30 മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഈ കുഞ്ഞ് ചെറിയ മാർക്കിന് നമുക്ക് പോകുമ്പോഴല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ കൈ ഒരു മാർക്കിന് പോയത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മാർക്കിന് അത് ടീച്ചറെ ഈ മലയാളത്തിന് തന്നെയാണ് ഏറ്റവും കുറവ്. മലയാളത്തിന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കാര്യം, ഇപ്പൊ ഈ ക്ലാസ് എനിക്ക് നേരത്തെ തന്നെ കയറിയിരുന്ന എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ എനിക്ക് കിട്ടി. മലയാളം ശരിക്കും കുറവ്, 13 മാർക്കേ ഉള്ളായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ സന്ധി സമാസം ഒന്നും എനിക്കറിയില്ല, മൊത്തം തെറ്റിച്ചാ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യം, അതായത് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള ഒരു മലയാളം എന്താ പറയുക, പേടിയോടുകൂടി കാണേണ്ട സബ്ജക്റ്റ് ഒന്നല്ല. അത് സാരമില്ല, പോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യാം. നമ്മൾ കഴിഞ്ഞതിനാലോചിച്ചിട്ട് അത് അങ്ങനെ ആയി പോയല്ലോ എന്ന് ആലോചിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പ് ഒരാൾക്ക് 79 മാർക്കിന്, ഒരാൾക്ക് 76 മാർക്കിന്. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കപ്പിനും ചുണ്ടിലും വെച്ചിന്റെ ഇടയിൽ വെച്ചിട്ട് പോയ സംഭവങ്ങളാണ്. അപ്പൊ അതിനൊക്കെ മറികടക്കാൻ ഈ പറഞ്ഞ 4 മാർക്ക്, 2 മാർക്ക്, 1 മാർക്കും എന്താണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് സാധനം. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും കിട്ടും. ഏത് പരീക്ഷയായാലും കിട്ടും. 1 വട്ടമോ 2 വട്ടമോ 3 വട്ടമോ എഴുതി തോറ്റുപോയാൽ എല്ലാവരും തോറ്റിട്ട് തന്നെയാണ് ജയിക്കുക.
അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കേട്ടിട്ട് വേണം, അടുത്തൊരു PSC പരീക്ഷ എഴുതിയിട്ട് ഒരു ജോലി കാരണം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം. അതൊക്കെയല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ എന്നും എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് നമ്മൾ എപ്പോഴും ആശ്രിതരായിട്ട് മാത്രം നിൽക്കരുതല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയം കൂടിയാണല്ലേ. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര വലിയ സംഭവം തന്നെയാണ് അത്. പ്രത്യേകിച്ച് ഞാൻ പറയില്ലേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിലെ മുഴുവൻ സ്ത്രീകളാണ്. നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഒരു തരത്തിലും എന്ത് ചെയ്യരുത്, മറ്റുള്ളവരെ ആരെയും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എന്താണ്, ആരെയും ആശ്രയിച്ച് നിൽക്കരുത്. എല്ലാത്തിനൊരു പരിധിയുണ്ട്. ഒരാളെ ആശ്രയിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒക്കെ പോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കമ്മലോ പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം പോലും വാങ്ങി കഴിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് ആദ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നൂല. പോകെ പോകെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് നമ്മൾ ഇനി എത്ര വലിയ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നമ്മളെ അച്ഛനും അമ്മയും ഭർത്താവും നല്ല സ്നേഹത്തോടെ ആയിരിക്കും തരിക. പക്ഷെ അങ്ങനെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അവരതിൽ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ. അതായത് ഒരാൾ അധ്വാനത്തിന്റെ ഫലം ഇങ്ങനെ പറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര, അതിനേക്കാൾ നല്ല നമ്മൾ അധ്വാനിക്കുന്നതല്ലേ. അത്രേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ജോലി വാങ്ങുക, കേട്ടറ്റ് വാങ്ങിയതിനൊത്തിരി നമ്മൾ നിർത്തരുത്. കേട്ടറ്റ് കിട്ടി എന്നാൽ ശരി, ഞാൻ എന്താണ് ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കേട്ടറ്റ്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. LP UP പരീക്ഷ വരുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റു PSC പരീക്ഷകൾ വരുന്നുണ്ട്, പഠിക്കുക എന്നുള്ളതാണ്. ഒരാളും നമ്മളെ വന്നിട്ട്, ഒരു ദൈവദൂതനും നമ്മൾ വന്ന് രക്ഷിക്കൂല. ദൈവം ചെയ്യാനുള്ളത് പകുതി ദൈവം ചെയ്യുള്ളൂ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അല്ലെങ്കിൽ എന്താണ്, ബാക്കി പകുതി നമ്മൾ തന്നെ ചെയ്യണം. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാളും നമ്മളെ രക്ഷിക്കാൻ വരൂല. നമ്മളെ രക്ഷകനും ശിക്ഷകനും അന്തകനും അന്തകല്ലാത്തവരൊക്കെ നമ്മൾ തന്നെയാണ്. അത് പാതി ദൈവം പാതി എന്നല്ലേ. അത്രേ ഉള്ളൂ. അത് അവനവൻ ചെയ്യാനുള്ളത് അവനവൻ ചെയ്യുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ ഇത് തോറ്റുപോട്ടെ, സാരമില്ല, അടുത്ത പ്രാവശ്യം എഴുതാം, അത്രേ ഉള്ളൂ. ഇത് തോറ്റുപോയി അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിയില്ല, എത്ര മാർക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ഒരിക്കലും ആരും ബുദ്ധിമുട്ട് ഒരു പരിഭവമായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. ഞാനത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള അധ്യാപകർ ഉണ്ടാവും. ഇനി നിങ്ങളടുത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും അധ്യാപകരാണ്. കേട്ടിട്ട് കിട്ടിയാൽ നിങ്ങൾ ചിലപ്പോൾ സർക്കാർ സർവീസിൽ കയറും, എയ്ഡഡ് സർവീസിൽ കയറും, സാധാരണ സ്കൂളുകളിൽ, അതായത് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും. എങ്ങനെയായാലും അധ്യാപകർ തന്നെയാണ്. അധ്യാപകർക്ക് ഉണ്ടാകേണ്ട കുറെ മൂല്യങ്ങളും അതുപോലെ തന്നെ എന്തുണ്ട്, ധർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചർമാർ ചെയ്യുന്ന മാതിരി മറ്റുള്ളവരെ ആ കാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കുട്ടികളെ തമ്മിൽ കുറ്റം പറഞ്ഞ് സ്റ്റാഫ് റൂമിൽ ഇരിക്കൽ എല്ലാ അധ്യാപകരുടെ ജോലി. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഒറ്റ കാര്യം എനിക്ക് ചോദിച്ചു, നിങ്ങളെ പഠിപ്പിച്ച എത്ര ടീച്ചർമാരെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ആലോചിച്ചാൽ മതി. എന്നെ ഇത്രയും കാലമായിട്ട് ഡിഗ്രി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഇത്രയും കാലം ഓർത്തിരിക്കുക എത്രയോ അധ്യാപകർ എന്നെ മാറി മാറി പഠിപ്പിച്ചു. അത്ര ഉള്ളത്തിൽ നമ്മൾ ഞാനൊക്കെ 1 2 അത് ഡിഗ്രി തലത്തിൽ പഠിപ്പിച്ച അധ്യാപകരെ മാത്രമേ ഓർത്തിരിക്കുന്നുള്ളൂ. അതിന്റെ താഴെയൊന്നും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഓർത്തിരിക്കാൻ തന്ന ഒരൊറ്റ അധ്യാപകർ എനിക്കില്ല എന്നുള്ളതാണ് സത്യം. എനിക്കെന്നല്ല, ഞാൻ ചോദിക്കുന്ന പല ആളുകൾക്കും ഇല്ല. അപ്പൊ അധ്യാപകരാവുക എന്നുള്ളതിനനുസരിച്ച് വെറുതെ സർക്കാർ സർവീസ് കയറി ഗവൺമെന്റ് സ്കൂളിൽ പോയി കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് കുട്ടികളെ സദാചാരം കളിച്ച് കുട്ടികളുടെ മുന്നിൽ നിൽക്കല്ല വേണ്ടത്. അതാർക്കും പറ്റുന്ന കാര്യം. നമ്മൾ മാതൃക അധ്യാപകരാവുക. അധ്യാപകരാവാൻ ആർക്കും കഴിയും. നല്ല അധ്യാപകരാവാൻ എല്ലാ കാലത്തും എന്താണ്, കുട്ടികൾ ഓർത്തിരിക്കുന്ന അധ്യാപകരാവാൻ എല്ലാ കാലത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന ആളുകളെ പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളൂ, ടീച്ചർ എന്നുള്ള വില ആസ്വദിച്ചിട്ടുള്ളൂ. അല്ലാത്തൊരു ജോലി മാത്രമായിട്ട് കാണാം. അധ്യാപനം ഒരു ജോലിയല്ല, അത് ശരിക്കും എന്താണ്, നമ്മളൊരു പാഷനായിട്ട് കൊണ്ടുനടക്കുക തന്നെ വേണം. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾ, ഇപ്പൊ നിങ്ങൾ ആരും ചിലപ്പോൾ വെറും 24 വയസ്സ് 25 വയസ്സുള്ള എനിക്ക്, നിങ്ങൾ എന്നെക്കാൾ മൂത്ത ആളുകളായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളായിരിക്കും, ചിലർ എന്നെ ചെറുതുണ്ട് അതിന്റെ അതേ വയസ്സുള്ള ആളുകളാണ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ടീച്ചറും നിങ്ങൾ കുട്ടിയാണ്. ആ ഒരു രീതിയിലേ നമ്മൾ ഇടപെടുള്ളൂ. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മീഡിയ ആയതിനെ കൊണ്ട് എന്താണ് അങ്ങനെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ആലോചിക്കുക, നല്ല അധ്യാപകരാവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അധ്യാപകരാവാൻ പറ്റും. കുട്ടികൾ ഓർത്തിരിക്കുകയും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകരായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂ. പിന്നെ എപ്പോഴും ടീച്ചർ അപ്ഡേറ്റഡ് ആയിട്ട്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ കേട്ടിട്ട് കിട്ടി LP UP കിട്ടി ഞാൻ എന്നാ ഇനി ഒന്നൊക്കെ പഠിത്തമൊക്കെ നിർത്തി അങ്ങനെ ചെയ്യരുത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളുടെ ഒപ്പം എത്താൻ ഇപ്പൊ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം കുട്ടികൾക്കൊക്കെ അത്രയും വിവരമാണ്. സോഷ്യൽ മീഡിയയും പത്രവും TVയും ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന കാലമായതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ കൂടെ എത്താൻ നമ്മൾ നന്നായിട്ട് ഓടേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം,
നന്നായിട്ട് പഠിക്കുക, എല്ലാ കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരേ സമയം അധ്യാപകരും വിദ്യാർത്ഥികളും, വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ അർത്ഥിക്കുന്ന ആളെന്നാണ്. ഒരേ സമയം അധ്യാപകരും വിദ്യാർത്ഥികളും ആണ്. നല്ല അധ്യാപകരാവുക. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും ടീച്ചർമാരുടെ അടുത്തൊന്നും പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ടീച്ചർമാരൊക്കെ നമ്മളെന്താണ്, ചില കുട്ടികളെ മാത്രം, പ്രത്യേകിച്ചിട്ട് സ്കൂളിൽ നമ്മളെ ഏറ്റവും പഠിക്കുന്ന കുട്ടികളെ മാത്രം ചേർത്തെടുക്കുന്ന കുറെ അധ്യാപകർ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ശരാശരി വിദ്യാർത്ഥി ടീച്ചറെ മാത്രമേ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഇപ്പം മാറി ഒരുപാട്. ടീച്ചേഴ്സ് ഇപ്പം കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലിയാണ്. അതെ ഇപ്പൊ പിന്നെയും കുറെ വ്യത്യാസമുണ്ട്. ഞാൻ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്തൊക്കെ കുറെ വ്യത്യാസം. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ആളുകൾക്ക് എന്തോ ഒരു ഭയങ്കര ഐറ്റം പോലെ പിള്ളേരങ്ങ് മാറ്റി, പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാത്ത കുട്ടികൾക്കും വേറെ. ഇപ്പോഴും അങ്ങനെയുള്ള അധ്യാപകരുണ്ട്. ടീച്ചറെ, എന്റെ ഹസ്ബൻഡ് അധ്യാപകനാണ്, ഗവൺമെന്റ് സർവീസ് തന്നെയാണ്. അതുപോലെ രാത്രിയൊക്കെ കുട്ടികൾ സംശയം ചോദിച്ച് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇപ്പൊ എത്രയോ കുട്ടികളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പണ്ടൊക്കെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? രാത്രിയൊക്കെ അധ്യാപകരെ വിളിക്കാൻ പേടിയല്ലേ. പക്ഷെ അവര് സംശയം ചോദിച്ച് സാറേ എന്നെ പോലെ ചെയ്യട്ടെ, അപ്പം ഭയങ്കര കാര്യമായിട്ട് ഇതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വിളിക്കും. എന്നിട്ട് ഒരു എന്താ പറയാ, അങ്ങനെ വിളിച്ച് സംസാരിച്ച് ഓരോന്ന് പ്രോജക്റ്റും അസൈൻമെന്റും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പം ഒരുപാട് മാറ്റം. അധ്യാപകർ പണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്തേ കുറച്ചും കൂടെ ഒക്കെ ഇപ്പൊ പോലെയല്ല. ഇപ്പൊ കുട്ടികളെ അടിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി നമ്മളെക്കാൾ ബോധ്യം കുട്ടികൾക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരാവാൻ ശ്രമിക്കുക. ഇപ്പോൾ വീട്ടിൽ തന്നെ റോൾ മോഡലുകൾ ഉണ്ടായതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതിന്റെ യാതൊരു ആവശ്യമില്ല. അപ്പൊ അത്തരത്തിൽ നല്ല അധ്യാപകരാവുക. ടീച്ചർമാരെ ഈ പറഞ്ഞ പോലെ തൊടാനും ടീച്ചർമാരെ നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു ഒരു അന്തരീക്ഷമായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ശരാശരിയൊക്കെ ആയിട്ടുള്ള എന്നെ പോലുള്ള സാധാരണ കുട്ടികൾക്ക് എന്താണ്, അവർക്കൊന്നും നല്ല ഒരുപാട് നല്ല അടിപൊളി ടീച്ചർമാരാന്ന് പറയാനുള്ള ഒരു അധ്യാപകരും ഇല്ല. പഠിക്കാത്തതിന് ചീത്ത പറയുന്നത് പോട്ടെ നിൽക്കാം, പക്ഷെ പാർഷ്യാലിറ്റിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള അധ്യാപകർ ഇപ്പൊ നിലവിൽ കുറെ കുറവാണ്. എന്താണ്, നമ്മൾ കുട്ടികളെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ മനസ്സിലാക്കുകയും കുട്ടികളെ ചേർത്ത് പിടിക്കുകയും കുട്ടികളോടൊപ്പം നമ്മൾ പഠിക്കുകയും ചെയ്താൽ മാത്രമേ നല്ല അധ്യാപകരാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ നല്ല അധ്യാപകരാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ഒരു ആശംസ പോലെ ഞാൻ പറയാം. എന്തായാലും നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ് ആണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.